അധ്യായം മുതൽ 3 വശം. ആവർത്തന പുസ്തകം 27-ാം അധ്യായം ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കാം. എന്നോട് കൽപ്പിച്ചേണ്ടെന്നാൽ ഞാനിന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിപ്പിൻ. നിങ്ങൾ യോർദാൻ കടന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തുന്ന യോഗം നീ വലിയ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം തേക്കണം. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെല്ലുവാൻ കടന്ന ശേഷം നീ ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങളെല്ലാം അവയിൽ എഴുതണം. ஜனங்களை நோக்கி, நான் இன்று உங்களுக்கு விதிக்கிற கட்டளை எல்லாம் கைக்கொள்ளுங்கள். உங்கள் தேவனாகிய கர்த்தர் உங்களுக்கு கொடுக்கும் தேசத்திற்கு நீங்கள் போக யோர்தானை கடக்கும் நாளில் நீ பெரிய கல்லை நாட்டி அவர்களுக்கு சாந்து பூசி உன் பிதாக்களின் தேவனாகிய கர்த்தர் உனக்கு சொன்னபடி உனக்கு கொடுக்கும் பாலும் தேனும் கொடுக்கிற தேசத்திற்குள் பிரவேசிக்கும்படி நீ கடந்து போன பின்பு இந்த ന്യായപ്രമാണ വാർത്തകളെ യാവയും അவைகளிൽ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം വശം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. യഹോവയുടെ നിയമപത്രം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. സകല ജനങ്ങളും യോർദാനെ കടന്നു തീരും അളവും കർത്തരുടെ ഉടമ്പടിക്കை പെട്ടിயை சுமக்கிற ஆசாரியர்கள் யோர்தானின் நடுவிலே தண்ணீரில்லாத தரையில் காலூன்றி நிற்கும் போது இஸ்ரவேல் எல்லாரும் தண்ணீரற்ற உலர்ந்த தரை வழியாய் கடந்து போனார்கள். പുതിയ ഏർപ്പാടിലെ 2 കൊരിന്ത്യർ 3-ാം അധ്യായം 2-3 വശനം കൂടെ വാസിക്കും. പുതിയ നിയമത്തിൽ 2 കൊരിന്ത്യർ 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കാം. സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മനുഷ്യനല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പനയിലല്ല, ഹൃദയം എന്ന മാംസപലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. எங்கள் இருதயங்களில் எழுதப்பட்டும் சகல மனுஷராலும் அறிந்து வாசிக்கப்பட்டும் இருக்கிற எங்கள் நிருபம் நீங்கள் தானே. ஏனெனில் நீங்கள் எங்கள் ஊழியத்தினால் உண்டாகிய கிறிஸ்துவின் நிருபமாய் இருக்கிறீர்கள் என்று வெளியரங்கமாயிருக்கிறது. அது மையினால் அல்ல, ஜீவனுள்ள தேவனுடைய ஆவியினாலும் கற்பலகைகளினால் அல்ல, இருதயங்களாகிய சதையான பலகைகளிலேயும் எழுதப்பட்டிருக்கிறது. കർത്തർക്ക് മഹിമയുണ്ടാവதாக. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 997-ാം വർഷത്തിലും കർത്തർ നമുക്കൊരു കൺവെൻഷനെ തന്ന ഈ 1997-ലും ദൈവം നമുക്കൊരു കൺവെൻഷനെ നൽകി. എന്റെ വർഷങ്ങളിലെല്ലാം നാം പല കൺവെൻഷനെ നടത്തിനോ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നമ്മുടെ കൺവെൻഷനുകളെ ദൈവം അനുഗ്രഹമായി നടത്തി. അപ്പോഴെല്ലാം ദേവന്റെ പിള്ളകൾ കൂടി വന്ന് ദേവസമൂഹത്തിൽ സന്തോഷമുള്ളവരായി തിരുമ്പി പോനാറുകൾ. അപ്പോഴൊക്കെയും ദൈവത്തിന്റെ ജനം ദൈവസന്നിധിയിൽ കൂടി വന്ന് സന്തോഷമുള്ളവരായി മടങ്ങിപ്പോകുവാനിടയായി. 1996-ാം വർഷത്തിലും നമ്മുടെ മധ്യ നിന്ന് അനേകർ ശരീരം വിട്ട് നിത്യമഹിമയിൽ പ്രവേശിച്ചാറുകൾ. 1996-ാം വർഷത്തിലും അനേകർ നമ്മുടെ മധ്യയിൽ നിന്ന് നിത്യ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാനിടയായി. അതിൽ ചില സെൻട്രൽ പാസ്റ്റർമാരുടെ നിത്യമഹിമയിൽ പ്രവേശിച്ചാൽ അതിൽ ചില സെൻട്രൽ പാസ്റ്റർമാരും നിത്യ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. അന്തവേളയിൽ ഞാനും കൂടെ അറിയാമൽ കണ്ണീര് വിട്ടെ. ആ സന്ദർഭങ്ങളിലൊക്കെയും ഞാനും അറിയാതെ കണ്ണുനീരൊഴുക്കുവാനിടയായി. അതുപോലുള്ള സെൻട്രൽ പാസ്റ്റർമാരെ ഉരുവാക്കിയെടുപ്പതற்கு ഞങ്ങളുടെ മധ്യത്തിൽ ഇല്ല. അതുപോലെയുള്ള സെൻട്രൽ പാസ്റ്റർമാരെ ഉരുവാക്കിയെടുക്കുവാൻ ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ കുറവാണ്. പാസ്റ്റർമാരും ഊഴിയക്കാരും ധാരാളമുണ്ട്. പാസ്റ്റർമാരും സുവിശേഷ വേലക്കാരും ധാരാളമുണ്ട്. ஆனால் അനേക സഭകളെയും അനേക ഊഴിയர்களையும் നടത്തണമെന്നാൽ അതൊരു പെരിയ ഉത്തരവാദமான കാര്യം. എന്നാൽ വളരെയധികം വേലക്കാർ വലിയ ഉത്തരവാദിത്വമുള്ള ഒരു പ്രവൃത്തിയാണ്. ഒരു ചെറിയ കാര്യം പോലും താങ്ങുന്നതിന് മനുഷ്യന് വല്ലമയില്ല, ശക്തിയില്ല. ഒരു ചെറിയ കാര്യം പോലും താങ്ങുവാൻ മനുഷ്യനിന്ന് ശക്തിയില്ലാതെ ഇരിക്കുന്നു. 2 പേരെ പോലും നടത്തുന്നവർക്ക് മനുഷ്യർക്ക് മുടിയില്ല. 2 പേരെ പോലും നടത്തുവാൻ മനുഷ്യനിന്ന് ബുദ്ധിമുട്ടായിരിക്കുന്നു. അപ്പടിപ്പെട്ട ഭയങ്കര കഷ്ടമുള്ള ലോകം താൻ നമ്മുടെ ലോകം. അതുപോലെയുള്ള ഭയങ്കരമായ കഷ്ടം നിറഞ്ഞ ഒരു ലോകമാണ് നമ്മുടെ ലോകം. ആനാലും ദേവനുക്ക് നമ്മുടെ മേലൊരു പരിധാന നോക്കമുണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മുടെ മേൽ ഒരു വലിയ ഉദ്ദേശമുണ്ട്. ഞങ്ങൾ കൂടെ ഇന്ന് ഒളിത്തു വന്ന ആരംഭ നാட்களிൽ ഇതുപോലെ ജനങ്ങൾ അധികം ഇല്ല. ഞങ്ങൾ ഈ വേലയ്ക്കായി വരുന്ന ആരംഭ നാളുകളിൽ ഇതുപോലെയുള്ള ജനക്കൂട്ടം അധികമായി ഉണ്ടായിരുന്നില്ല. അതിലേക്ക് ഞങ്ങൾ ലഘുവാന ഭോജനത്തോടെ കൺവെൻഷൻ നടത്തിയ സന്ദർഭമുണ്ട്. അന്ന് കൺവെൻഷൻ നടത്തുന്ന നാളുകളിൽ
വളരെ കുറഞ്ഞ അല്ലെങ്കിൽ അല്പമായ ഭക്ഷണത്തോടുകൂടെ കൺവെൻഷൻ നടത്തിയ നാളുകൾ ഞങ്ങൾ ഓർക്കുന്നു. இப்பொழுது தேவனுடைய கிருபையினால் நமக்கு எல்லாம் நிறைவாய் தந்திருக்கிறார். ഇപ്പോൾ ദൈവത്തിന്റെ അളവില്ലാത്ത കൃപയാൽ ദൈവം നമുക്ക് എല്ലാം നിറവായി തന്നിരിക്കുന്നു. இந்த விஷயத்தில் நீங்கள் சென்ற காலங்களை சிந்திப்பதற்காக ஒரு தருணத்தை கொடுக்கிறேன். ഈ വിഷയത്തിൽ കഴിഞ്ഞ നാളുകളെ ചിന്തിക്കുവാൻ ഓർക്കുവാനായിട്ട് ഒരു സന്ദർഭം ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. தேவன் നമ്മെ வைத்திருக்கின்ற സ്ഥാനം ഒരു വിശേഷിച്ച സ്ഥാനം. ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാനം വളരെ വിശേഷിക്കപ്പെട്ട ഒരു സ്ഥാനമാണ്. നാം കർത്തർക്ക് പരിശുദ്ധ ജനമായി കാണപ്പെടണം. നാം ദൈവത്തിന് വിശുദ്ധ ജനമായി കാണപ്പെടണം. നമ്മെ കാണുന്ന ജനങ്ങൾ കർത്തരെ കാണ வேண்டும். നമ്മെ കാണുന്നതായ ജനങ്ങൾ കർത്താവിനെ ദർശിപ്പാനിടയാകണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല മാതൃക കാണപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരു ഉത്തമമായ മാതൃകയുണ്ടായിരിക്കണം. നമ്മെ കാണുന്ന ജനങ്ങൾ കർത്തരെ കാണണം. നമ്മെ കാണുന്ന ജനങ്ങൾ കർത്താവിനെ കാണുവാനിടയാകണം. അതുക്കാக നമ്മുടെ നടക്കുകളും നമ്മുടെ പേച്ചുകളും എല്ലാം ശുദ്ധീകരിക്കണം. അതിനുവേണ്ടി നമ്മുടെ നടപ്പും നമ്മുടെ വാക്കുകളും സംസാരവും എല്ലാം തന്നെ പരിശുദ്ധമായി സൂക്ഷിക്കണം. പരിശുദ്ധവാങ്ങളെന്ന് ചൊല്ലും ജനങ്ങൾ എപ്പോഴും ശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധന്മാരെന്ന് പറയുന്ന ജനങ്ങൾ എല്ലായ്പ്പോഴും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നവരായിരിക്കണം. ശുദ്ധീകരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ സോപ്പ് കൊണ്ട് കുളിക്കുന്ന കാര്യമല്ല. ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സോപ്പിട്ട് കുളിക്കുന്ന കാര്യമല്ല. നമ്മുടെ വാർത്തകൾ ശുദ്ധമായിരിക്കണം. നമ്മുടെ വാക്കുകൾ പരിശുദ്ധമായിരിക്കണം. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ പരിശുദ്ധമായിരിക്കണം. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ വിശുദ്ധമായിരിക്കണം. നമ്മുടെ പോക്കുവരത്തുകൾ പരിശുദ്ധമായിരിക്കണം. നമ്മുടെ പോക്കുവരവുകളെല്ലാം തന്നെ വിശുദ്ധമായിരിക്കണം. വാഹനങ്ങൾ കൂടെ ശുദ്ധമായിരിക്കണം. നമ്മുടെ വാഹനങ്ങൾ പോലും ശുദ്ധമായിരിക്കണം. വാഹനങ്ങളിലെ പ്രയാണം കൂടെ ശുദ്ധമായിരിക്കണം. വാഹനങ്ങളിൽ ചെയ്യുന്ന യാത്ര പോലും വിശുദ്ധമായിരിക്കണം. നമ്മുടെ ഭോജനപാനം കൂടെ ശുദ്ധമായിരിക്കണം. നമ്മുടെ ഭക്ഷണപാനീയങ്ങളും പരിശുദ്ധമായിരിക്കണം. ഉപദേശമോ ഒരു പ്രസംഗവും മാത്രം പോരാതെ ഉപദേശവും വെറും പ്രസംഗവും മാത്രം നമുക്ക് പോരാ. ഇപ്രകാരമുള്ള ഈ വേലയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവനെ ബലിയർപ്പിച്ചതാണ്. അതിന് പടനാകെ നമ്മെടുത്തുന്ന അനേകർ ഇപ്പോൾ കർത്തൃ സമൂഹത്തിൽ ചേർക്കപ്പെട്ടാர்கள். അതിന്റെ ഫലമായിട്ട് നമ്മെ പോലെ അനേകർ കർത്താവിന്റെ സന്നിധിയിൽ മഹത്വത്തിൽ ചേർക്കപ്പെടുവാനിടയായി. നമ്മുടെ മധ്യത്തിൽ ചിലർ മരിക്കുന്നത് നമുക്കൊരു നഷ്ടമല്ല. നമ്മുടെ മധ്യത്തിൽ ചിലർക്ക് മരിക്കുന്നത് നമുക്കൊരു നഷ്ടമല്ല. അത് നമുക്കൊരു ജീവനെ പുതുപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ്. അത് നമുക്ക് ജീവനെ പുതുപ്പിക്കുന്നതായ ഒരു അനുഭവമാണ്. 21 തീയതി നാഗർകോവിൽ വേലിച്ച ഒരു മദർ കർത്തർക്കുള്ള നിദ്രയടഞ്ഞാർ. കഴിഞ്ഞ 21 തീയതി നാഗർകോവിൽ സെൻട്രൽ മദറായിരുന്ന മദർ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 22 തീയതി അടക്കാരാധനയെ ഞങ്ങൾ നടത്തിനോ. 22 തീയതി ആ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നടത്തി. നല്ല കൂട്ടം ഇരുന്നത്, വലിയ ജനസമൂഹമുണ്ടായിരുന്നു. നല്ല സാക്ഷികൾ കേട്ടോ, നല്ല സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനിടയായി. അടക്കാരാധനയും ആശീർവാദമായി ഇരുന്നത്. അടക്കാരാധന വളരെ അനുഗ്രഹമായി നടന്നു. മനുഷ്യന്റെ മരണത്തിലും ഒരു വിശേഷമായ ആശീർവാദമുണ്ട്. മനുഷ്യന്റെ മരണത്തിലും ഒരു വിശേഷിക്കപ്പെട്ട അനുഗ്രഹമുണ്ട്. നമ്മുടെ മരണവും കൂടി ആക്സിഡന്റ് മരണമായി പോകാതിരിപ്പതற்கு കവനമായിരിക്കണം. നമ്മുടെ മരണം അപകട മരണമാകാതിരിക്കാൻ നാം വളരെ ശ്രദ്ധയുള്ളവരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് മരിച്ചാൽ മരണമായിരുന്നാലും അതൊരു ആശീർവാദമല്ല. വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ അതുപോലെ അവരുടെ അനുഭവങ്ങളെ കുറിച്ച് പലരും സാക്ഷ്യങ്ങൾ പറയുവാനിടയായി. ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു അമ്മാവും പിള്ളകളും വന്ന് എണ്ണത്തിൽ പേശിനാറുകൾ. ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നതായ ഒരു മാതാവും കുട്ടികളും എന്റെ അടുക്കൽ വന്ന് സംസാരിപ്പാനിടയായി. സ്വന്തം വീട്ടിൽ ഒരാൾ മരിച്ചാൽ പോലും കണ്ണീര് വരാതെ, ഒരു സ്വന്തം വീട്ടിൽ ഒരാൾ മരിച്ചാൽ പോലും അവർക്ക് കണ്ണുനീരുണ്ടായിട്ടില്ല. എന്നാൽ അന്ത അമ്മാവുടെ മരണത്തെ പറ്റി ചെല്ലുമ്പോൾ അവർ പൊട്ടിക്കരയുന്നു. അപ്പടിപ്പെട്ടവർ മരിക്കുന്നത് നമുക്കൊരു നഷ്ടം താൻ. അങ്ങനെയുള്ളവർ മരിക്കുന്നത് ഒരളവിൽ നമുക്കൊരു നഷ്ടം തന്നെയാണ്. ഞാൻ എന്റെ അമ്മാവോട് கொஞ்சம் നാടിരുന്ന് ഊഴിയം ചെയ്തേ. ഞാൻ ഈ മാതാവിനോട് കൂടെ കർത്താവിന്റെ വേല ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കാറിൽ പ്രയാണം ചെയ്യുമ്പോൾ, ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെയുള്ളവരെ കൊണ്ട് വിശ്വാസ വീട്ടിലെ ജപ പോലെ കാറിൽ ജപിപ്പാറ്. കൂടെയുള്ളവരെ കൊണ്ട് വിശ്വാസ വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നത് പോലെ അവർ വാഹനത്തിലിരുന്ന് പ്രാർത്ഥന നടത്തുമായിരുന്നു. അനേകർക്ക് ഇന്ത്യക്ക് ജപം കുറഞ്ഞു പോയിവിട്ടത്. പലർക്കും ഇന്ന് പ്രാർത്ഥനയുടെ അനുഭവം കുറഞ്ഞു പോയിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇപ്പിടിപ്പെട്ട കൂട്ടങ്ങൾ വരുമ്പോൾ, ഇങ്ങനെയുള്ളതായ കൂടിവരവുകൾ വരുമ്പോൾ പ്രസംഗം മുടിഞ്ഞ് എല്ലാരും പടുത്ത് തൂങ്ങക്കൂടാതെ. പ്രസംഗം കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്നുറങ്ങരുത്. പടുക്കുമ്പോൾ 4 പേര് 10 പേര്
എഴുന്നിരുന്ന് ജപിച്ചുകൊണ്ടേയിരിക്കണം. കിടക്കുമ്പോൾ 4 പേര് 10 പേര് ഇങ്ങനെ കൂട്ടമായി ചേർന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. ഒരു മണി നേരം ജപിച്ചിട്ട് മറുപടിയും പടുക്കല. 1 മണിക്കൂർ നേരം പ്രാർത്ഥിച്ചിട്ട് പിന്നെയും കിടക്കാം. അപ്പോൾ മറ്റൊരു കൂട്ടത്താർക്ക് എഴുന്നേറ്റ് ജപിക്കില്ല. അപ്പോൾ മറ്റൊരു കൂട്ടർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. നിദ്ര നമ്മുടെ ദൈവം പോലെ ഇരിക്കക്കൂടാതെ. ഉറക്കമെന്ന് പറയുന്നത് നമ്മുടെ ദൈവമായിരിക്കരുത്. ഞങ്ങൾ രവിയിൽ തൂങ്ങുന്ന കാര്യം മികവും കുറവുതാൻ. ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഞങ്ങൾ ജപിച്ചും ധ്യാനിച്ചും വേദം വാസിച്ചും രാത്രിയിൽ ചെലവ് ചെയ്യറോ. ഞങ്ങൾ പ്രാർത്ഥിച്ചും വേദപുസ്തകം വായിച്ചും ധ്യാനിച്ചും ഞങ്ങളുടെ രാക്കാലങ്ങൾ ചിലവഴിക്കുന്നു. എന്റെ ഇരവിൽ ഞാൻ കൊഞ്ചം നേരം ഞാൻ തൂങ്ങിനെ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അല്പസമയം മാത്രമേ ഉറങ്ങിയുള്ളൂ. നാം നമ്മുടെ നിദ്രയെ ഒരു ദൈവത്തെ പോലെ എണ്ണക്കൂടാതെ. നാം ഉറക്കത്തെ ഒരു ദൈവത്തെ പോലെ കണക്കാക്കരുത്. നാം ശരീരത്തെ വിട്ട് മരിക്കുമ്പോൾ അതൊരു നിദ്ര പോലെ ഇരിക്കും. ശരീരം വിട്ട് നമ്മുടെ ജീവൻ വേർപെടുമ്പോൾ അതൊരു നിദ്ര പോലെയാണ്. അന്ധനിദ്ര നമുക്ക് നല്ല നിദ്ര. ആ നിദ്രയാണ്, ഉറക്കമാണ് നമുക്ക് നല്ല ഉറക്കമായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പറ്റ ജനങ്ങൾ മരിച്ചാൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ജനങ്ങൾ മരിച്ചാൽ അതിന് വെറും മരണമെന്ന് ഞങ്ങൾ ചൊല്ല മാട്ടോം. അതിനെ കേവലം ഒരു മരണമായി ഞങ്ങൾ പറയുകയില്ല. ഞങ്ങൾ പരിശുദ്ധാത്മാവ് മരിക്കുമ്പോൾ തന്തി കൊടുപ്പോ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ മരിക്കുമ്പോൾ ഞങ്ങൾ ടെലഗ്രാം നൽകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എഴുതുന്ന വാർത്ത എന്നവെന്നാൽ, അപ്പോൾ ഞങ്ങൾ അതിൽ എഴുതുന്ന വാക്കെന്താണെന്നാൽ, അവർ നിത്യ ഇളപ്പാറുതലിൽ പ്രവേശിച്ചാர்கள். അവർ നിത്യ വിശ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഗ്ലോറി, അവർ മഹത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഞങ്ങൾ തന്തിയടിപ്പോ. അങ്ങനെയാണ് ഞങ്ങൾ ടെലഗ്രാം നൽകുന്നത്. ഒരു പരിശുദ്ധവാൻ അല്ലെങ്കിൽ ഒരു പരിശുദ്ധോതി മരിച്ചാൽ അത് മരണമല്ല. ഒരു വിശുദ്ധൻ അഥവാ ഒരു വിശുദ്ധ മരിക്കുന്നു എങ്കിൽ അത് മരണമല്ല, അതൊരു ഇളപ്പാറുതൽ താൻ, അതൊരു വിശ്രാമമാണ്. വെളിപ്പെടുത്തൽ 14:13 അപ്പടി എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ അപ്രകാരം എഴുതിയിരിക്കുന്നു. ആകയാൽ പരിശുദ്ധവാക്ക് മരണത്തെ പറ്റി ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആകയാൽ വിശുദ്ധന്മാർ മരണത്തെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ശരീരത്തിൽ വ്യാധി വരുമ്പോൾ അയ്യോ എന്ന് പുലമ്പക്കൂടാതെ. നിങ്ങളുടെ ശരീരത്തിൽ രോഗം നേരിടുമ്പോൾ നിങ്ങൾ അയ്യോ എന്ന് നിലവിളിക്കരുത്. അത് നമുക്കൊരു വാഹനം പോലെ ഇരിക്കണം. അത് നമുക്കൊരു വാഹനം പോലെ ആയിരിക്കണം. നാം ബസ് എടുപ്പതൊക്കെ ബസ് സ്റ്റാൻഡിൽ പോയാൽ, നാം ബസ്സിൽ യാത്ര ചെയ്യുവാനായി ബസ് സ്റ്റാൻഡിൽ പോയാൽ, പോകുമ്പോഴേ ബസ് കിടക്കുമാനാൽ, നാം പോകുമ്പോൾ തന്നെ ബസ് ലഭിക്കുമെങ്കിൽ നമുക്ക് ദുഃഖം വരത്തിന് സന്തോഷം വരും. നാം അവിടെ ചെല്ലുമ്പോഴേ ബസ് കിട്ടുമെങ്കിൽ നമുക്ക് ദുഃഖമല്ല, വളരെ സന്തോഷമായിരിക്കും. ഇതുപോലെ നമുക്കൊരു വ്യാധിയോ മറ്റോ ഏർപ്പെട്ടാൽ അത് സീക്രത്തിൽ ബസ് വന്ന പോലെ ഇരിക്കണം. നമുക്കൊരു രോഗമോ വല്ലോ ഉണ്ടായാൽ അത് വേഗം നമ്മുടെ ബസ് വന്നതുപോലെ കണക്കാക്കിക്കൊള്ളണം. അയ്യോ എനിക്ക് സുഖമില്ലേ എന്ന് പലരും പാടക്കൂടാ. അയ്യോ എനിക്ക് സുഖമില്ലേ എന്ന് പാടിക്കൊണ്ട് നടക്കരുത്. അനേക ദൈവത്തിന്റെ മക്കളുടെ സ്വഭാവം അതാ. പല ദൈവമക്കളുടെയും സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്റെ അടുക്കലും വന്ന് പലരും ജപിപ്പാറുകൾ. എന്റെ അടുക്കലും പലർ വന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാരും എനിക്ക് സുഖമില്ലേ എന്ന് ചൊല്ലാം. എല്ലാരും പറയും എനിക്ക് സുഖമില്ല എന്ന് പറയും. അപ്പടിപ്പെട്ട പദങ്ങൾ നിർത്തിവിടണമെന്ന് ഞാൻ ജ്ഞാപകപ്പെടുത്തരേ. അങ്ങനെയുള്ള വാക്കുകളൊക്കെ നിർത്തുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പരിശുദ്ധവാദങ്ങൾക്ക് വ്യാധി വന്നാൽ ഒരു വാഹനം ശീഘ്രം വന്നതുപോലെ ഇരിക്കണം. വിശുദ്ധന്മാർക്കൊരു രോഗമുണ്ടാകുന്നുവെങ്കിൽ ഒരു വാഹനം വേഗത്തിൽ വന്നതുപോലെ കണക്കാക്കിക്കൊള്ളണം. നമ്മെ വാഹനത്തിൽ ഏറ്റി അക്കരെ കൊണ്ടുപോകുന്ന പോലെ മരണം നമ്മെ കർത്തൃത്തിൽ കൊണ്ടുപോയി ചേർക്കും. ഒരു വാഹനത്തിൽ കയറ്റി നമ്മെ അക്കരെ കൊണ്ടുപോയി എത്തിക്കുന്നത് പോലെ മരണം നമ്മെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുപോയി എത്തിക്കുന്നു. നാം ഇപ്പടിപ്പെട്ട അറിവുള്ളവരായിരുന്നാൽ മാത്രമേ നമ്മുടെ ആവിക്കുரிய ജീവിതത്തെ പാതുകാത്തുകൊള്ള മുടിയും. ഈ അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തെ സൂക്ഷിപ്പാൻ നമുക്ക് കഴിയുകയുള്ളൂ. കൺവെൻഷന് വന്നാൽ നിങ്ങൾ തിരുമ്പി പോകുമ്പോൾ, നാം കൺവെൻഷന് വന്നിട്ട് മടങ്ങി പോകുമ്പോൾ ആവിക്കുரிய വല്ലമേ പെറ്റവരായി തിരുമ്പി പോകണം. ആത്മീകമായ ശക്തി പ്രാപിച്ചവരായി മടങ്ങിപ്പോകണം. ജപജീവിതത്തെ പുതുപ്പിച്ച് മടങ്ങി തിരുമ്പി പോകണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ പുതുപ്പിച്ചുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോകണം. പരിശുദ്ധവാന്മാരുടെ ഐക്യത്തെ പുതുപ്പിച്ചു പോകണം. വിശുദ്ധന്മാരുമായുള്ള ബന്ധത്തെ പുതുപ്പിച്ചുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോകണം. നാം എല്ലാവരും ഉണ്ടായിരിക്കണമെന്ന് ദേവൻ വിരുമ്പുകളാണ്. നാം എല്ലാവരും ഒന്നായിരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്തർ ജനത്തിന് കൊടുത്ത പ്രമാണത്തിൽ, കർത്താവ് ജനത്തിന് കൊടുത്തതായ പ്രമാണത്തിൽ എന്നെ ചൊല്ലിയിരിക്കുക എന്നതിനെ ചിന്തിച്ച് പാരുക. എന്താണ് നൽകിയിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുകയും, മുതലാവത് കർത്തരത്തിൽ അൻപായിരിക്കണം. ആദ്യമായി നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. രണ്ടാമത് മനുഷ്യരെ നേസിക്കുന്ന കൽപ്പനകളാണ് ദൈവം നൽകിയത്. ഇസ്രായേൽ ജനത്തിക്ക് ദേവൻ പ്രമാണം കൊടുക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്
ജനത്തിന് ദൈവം പ്രമാണം നൽകുമ്പോൾ 2 കற்பലയിന്മേൽ പ്രമാണം എഴുതി കൊടുത്താൽ 2 കൽപ്പലകകളിൽ ദൈവം തന്റെ പ്രമാണങ്ങൾ എഴുതി അവർക്ക് നൽകി. പ്രമാണത്തിൽ 10 കற்பന ഇരുന്നത്. പ്രമാണത്തിൽ 10 കൽപ്പനകൾ ഉണ്ടായിരുന്നു. നമ്മുടെ യേശു ഉലകത്തിൽ വരുമ്പോൾ നമ്മുടെ യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ அந்த 10 കற்பന എടുത്ത് 2 ആക്കി കൊടുത്താൽ 10 കൽപ്പനകളെ 2 ആക്കി ജനത്തിന് നൽകി. മുഴു ഹൃദയത്തോടെ കർത്തനെ അനുഭവിക്കണം. മുഴുവൻ ഹൃദയത്തോടുകൂടെ നിന്റെ ദൈവത്തെ സ്നേഹിക്കണം. അത് കൊപ്പനയായ 2ാം കൽപ്പന എന്നവെന്നാൽ അതിന് തുല്യമായ 2ാമത്തെ കൽപ്പന എന്തെന്നാൽ നിന്റെ സഹോദരനെ ഉന്നെപ്പോലെ നേസിക്കണം. നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. இந்த 2 കൽപ്പന കർത്തനായ യേശു കൊടുത്ത ഈ 2 കൽപ്പനകളാണ് കർത്താവായ യേശു നൽകിയത്. എന്നാൽ പരിശുദ്ധാവിയാനവർ വരുമ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഗലാത്യർ 5-ാം അധ്യായം 14 എഴുതിയിരിക്കുന്നത് പോലെ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ നേസിക്കണം അന്ത ഒരേ പ്രമാണത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നത്. സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ആ പ്രമാണത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. എന്റെ അരുമയാന സഹോദര സഹോദരികളെ, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരുപോതും സഹോദരനെ പകയ്ക്കൂടാ. നിങ്ങൾ ഒരിക്കലും സഹോദരനെ പകയ്ക്കുന്നവരായിരിക്കരുത്. ഒരു സഹോദരി പകയ്ക്കൂടാ. ഒരു സഹോദരിയെ മറ്റൊരു സഹോദരി പകയ്ക്കരുത്. അത് ഭയങ്കര പാവം താൻ. അതൊരു വലിയ പാപമാണ്. 2 കൽപ്പനയെ കർത്തർ കൊടുത്ത 2 കൽപ്പനകൾ ദൈവം മനുഷ്യന് നൽകി. ദേവനിൽ അൻപായിരിക്കണം. ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം. മറ്റത് സഹോദരനിൽ അൻപായിരിക്കണം. മറ്റൊന്ന് സഹോദരനെ സ്നേഹിക്കണം. இந்த 2 കൽപ്പനയും ന്യായപ്രമാണം മുഴുവനും ഇരിക്കണം. ഈ 2 കൽപ്പനകളിലും ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും പോയാലും സഹോദര അൻപുള്ളവരായിരിക്കണം. നിങ്ങൾ എവിടെ പോയാലും സഹോദര സ്നേഹമുള്ളവരായിരിക്കും. നമ്മുടെ സഹോദരന്റെ കുറ്റത്തെ മറ്റൊരു സഹോദരന് ചൊല്ലപ്പെടാം. നമ്മുടെ സഹോദരന്റെ ഒരു കുറ്റത്തെ മറ്റൊരാളോട് പോയി പറയരുത്. നമ്മുടെ സഹോദരന്റെ കുറ്റത്തെ മറ്റൊരു പോയി ചൊല്ലപ്പെടാം. നമ്മുടെ സഹോദരിയുടെ കുറ്റത്തെ മറ്റൊരാളോട് പറയരുത്. അവരെ തനിമയെ കണ്ട് പേശലാം. അവരെ തനിയെ കണ്ട വ്യക്തിപരമായി അത് ഓർപ്പിക്കാം. അവർക്കായി നന്നായി ജപിക്കണം. അവർക്ക് വേണ്ടി നന്നായി നമുക്ക് പ്രാർത്ഥിക്കാം. മറുപടി അവരിൽ അൻപായിരിക്കണം. നമുക്ക് അവരുടെ മേൽ ഒരു വലിയ സ്നേഹമുണ്ടായിരിക്കണം. ദേവനെ നേസിക്കുന്നത് ഉണ്മതാൻ. നാം ദൈവത്തെ സ്നേഹിക്കുന്നത് സത്യമാണ്. എന്നാൽ സഹോദരനെ നേസിக்கிறீர்களா? എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നുവോ? ഞാൻ സഹോദരനെ നേസിக்கிறേ, ഞാൻ എന്റെ സഹോദരനെ സ്നേഹിക്കുന്നു. അപ്പടി ചൊല്ലக்கூடிய എത്ര പേര് ഇരിக்கிறீர்கள்? അങ്ങനെ പറയുവാൻ കഴിവുള്ളവർ എത്ര പേരുണ്ട് ഇതിന്റെ ഇടയിൽ? സഹോദര അൻപതാണ് നമുക്ക് ആവശ്യം. അതുപോലെയുള്ള ഒരു സ്നേഹമാണ്, ദൈവ സ്നേഹമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ജനങ്ങൾ കൂടി വന്നതിന് നോക്കമെന്ന് ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇவ்வளவு ജനങ്ങൾ കൂടി വന്ന ഇത്രത്തോളം ജനങ്ങൾ ഇവിടെ കൂടി വന്നതിന്റെ ഉദ്ദേശം എന്താണ്? നാം എല്ലാം ഒന്നായിരിക്കണോ? നാം എല്ലാവരും ഒന്നായിരിക്കുന്നു. ധൈര്യമായി ചൊല്ലല. നമുക്ക് അതിനെ ധൈര്യമായി പറയാൻ കഴിയുമോ? നാങ്ങൾ ഒന്നായിരിക്കണോ? ഞങ്ങൾ ഒന്നായിരിക്കുന്നു. അപ്പടിപ്പെട്ട ഇറുതിയുള്ളവർ മാത്രമല്ല അല്ലേ ചൊല്ലുക. അങ്ങനെയുള്ള ഹൃദയമുള്ളവർ ഒരു ഹല്ലേലൂയ പറയുവേ. മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കുന്ന ദേവസിത്തം, മനുഷ്യനെ ഒന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് ദൈവഹിതം. നമ്മുടെ കർത്താവായ യേശു വരുമ്പോൾ ഒരേ ഒരു മണവാട്ടിയെ താൻ കൊണ്ടുപോവാം. ഒരു മണവാട്ടിയെ ചേർക്കുവാനായിട്ടാണ് വരുന്നത്. അല്ലാതെ എല്ലാവരും മണവാട്ടിയായിരിക്കാൻ മുടിയാ. എല്ലാവരും മണവാട്ടിയായിരിക്കാൻ കഴിയില്ല. അതിനെ എന്നെ ചെയ്യണം? അതിന് എന്ത് ചെയ്യണം? അത് ഒരു മണവാട്ടി എന്ന് ചൊല്ലുന്ന സ്ഥാനത്ത് നാം എല്ലാവരും ഉണ്ടായിരിക്കണം. ആ ഒരു മണവാട്ടി എന്ന് പറയുന്ന ആ നിലവാരത്തിൽ നാം എല്ലാവരും ഒന്നായിരിക്കണം. അതിற்காகத்தான் ദേവൻ നമ്മെ ഇപ്പിടിപ്പൊരു ഐക്യത്തിൽ കൊണ്ടുവന്ന് ചേർത്താൽ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ കൂട്ടായ്മയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ജനുവരി വാരം മുതലേ ഞങ്ങൾ ഇപ്പിടിപ്പെട്ട കൺവെൻഷൻ നടത്തണം. ജനുവരി 1-ാം ആഴ്ച മുതൽ ഇതുപോലെയുള്ള കൺവെൻഷനുകൾ ഞങ്ങൾ നടത്തി വരുന്നു. ജനുവരി 2 മുതൽ മധുരൈ കൺവെൻഷൻ ഇരുന്നത്. ജനുവരി 2 മുതൽ മധുരൈ സെന്റർ കൺവെൻഷൻ ആയിരുന്നു. ജനുവരി 9 മുതൽ വിജയവാഡയിലും ഡിമാപൂരിലും കൺവെൻഷൻ ഇരുന്നത്. ജനുവരി 9 മുതൽ വിജയവാഡയിലും ആഴ്ചയിലും 2 കൺവെൻഷനുകൾ ഉണ്ടായിരുന്നു. ഇന്ന് തിരുവല്ല കൺവെൻഷൻ മാത്രം ഒരു കൺവെൻഷൻ. ഈ തിരുവല്ല കൺവെൻഷനിൽ മാത്രമേ ഒരു കൺവെൻഷൻ ഉള്ളൂ, ഒരു സെന്റർ കൺവെൻഷൻ. അടുത്ത വാരത്തിലും 2 കൺവെൻഷൻ. അടുത്ത ആഴ്ചയിലും 2 സെന്റർ കൺവെൻഷനുകളുണ്ട്. ഞങ്ങൾ അന്തന്നിടത്തെല്ലാം പോയി പങ്കെടുക്കണം. ഞങ്ങൾ അതാത് സ്ഥലങ്ങളിലൊക്കെയും പോയി പങ്കെടുക്കുകയാണ്. അനേക ഇടങ്ങളിൽ കർത്താവ് അനേകരെ രക്ഷിക്കൊണ്ടിരാതെ പല സ്ഥലങ്ങളിലും കർത്താവ് അനേകരെ രക്ഷയിലേക്ക് വഴി നടത്തുന്നു. വിജയവാഡ കൺവെൻഷനിൽ എത്ര പേര് ജ്ഞാനസ്നാനം ഏറ്റെന്ന് കേട്ടപ്പോൾ, വിജയവാഡ കൺവെൻഷനിൽ എത്ര പേർ ജലസ്നാനം സ്വീകരിച്ചു എന്ന് ചോദിച്ചപ്പോൾ 2 നാൾ കൊടുത്ത സ്നാനത്തിൽ 200 പേരെന്ന് ചൊന്നാൽ 2 ദിവസം നൽകിയ സ്നാനത്തിൽ 200 പേരെന്ന് പറഞ്ഞു. 3-ാം നാളത്തെ തമ്പടി കിടക്കയില്ല. 3-ാം ദിവസത്തെ എണ്ണം കിട്ടിയില്ല.
അനേകർ രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്നാനം പെറ്റാറ്. അനേകർ രക്ഷിക്കപ്പെട്ട് ജലസ്നാനം സ്വീകരിപ്പാനിടയായി. നമ്മുടെ ഊഴത്തിന് അപ്പടിപ്പെട്ട മേന്മയുണ്ട്. നമ്മുടെ ഈ വേലയ്ക്ക് അപ്രകാരം ഒരു ശ്രേഷ്ഠതയുണ്ട്. കൺവെൻഷൻ ഒരു അറുപ്പ് കാലം പോലെതാണ്. നമ്മുടെ കൺവെൻഷൻ ഒരു കൊയ്ത്തുകാലം പോലെയാണ്. അറുപ്പ് കാലത്തുള്ള വിശേഷം എന്നാ? കൊയ്ത്ത് നാളുകളിലുള്ള വിശേഷത എന്താണ്? സ്വന്തക്കാരന് ധാന്യം കൊണ്ടുപോയി അറയിൽ ചേർക്കല. സ്വന്തക്കാർക്ക് ധാന്യം കൊണ്ടുപോയി തങ്ങളുടെ കളപ്പുരകളിൽ അറകളിൽ ചേർത്ത് വയ്ക്കാം. മാത്രമല്ല വിതയ്പ്പതற்கு വിധേയം ചേർക്കല. അത് മാത്രമല്ല വിതയ്ക്കുവാനുള്ള വിത്തും ശേഖരിച്ചു വയ്ക്കുവാനുള്ള അവസരമാണ്. മാത്രമല്ല ചിലർക്കെല്ലാം ആദ്യം ദാനധർമ്മങ്ങൾ ചെയ്യല. അത് മാത്രമല്ല മറ്റു ചിലർക്കൊക്കെയും ദാനധർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള അവസരം. മറ്റവർക്ക് കൂലി കൊടുപ്പതற்கு ഉപയോഗപ്പെടുത്തല. കൂലി നൽകുവാനുമുള്ള അവസരവും ഇത് തന്നെ. ഇതാണ് അറുപ്പ് കാലം. ഇത് കൊയ്ത്തുകാലമാണ്. ഇതുപോലെ നമ്മുടെ കൺവെൻഷനും കൂടെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ കൺവെൻഷനും. இந்த കൺവെൻഷന് അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. ഈ കൺവെൻഷനിൽ അനേകർ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിച്ച് ജലസ്നാനം സ്വീകരിക്കണം. അനേകർ പരിശുദ്ധാത്മാവിൽ വല്ലമേപ്പെടണം. അനേകർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിക്കണം. അനേകർ ഉപദേശം കേട്ട് പഠിക്കണം. അനേകർ ഉപദേശത്തിന്റെ ആഴമായ സത്യങ്ങൾ പഠിക്കണം. ഉപദേശം മൂലമായി പരിപൂർണത്തിലേക്ക് വഴി നടത്തപ്പെടണം. ഉപദേശം മൂലമായി പൂർണ്ണതയിലേക്ക് വഴി നടത്തപ്പെടണം. പരിപൂർണപ്പെട്ട സഭയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് വരുവാർ. ഒരു പൂർണ്ണമാക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നത്. അതുവരെയും നാം இந்த ഉലകത്തിൽ പരിശുദ്ധവാന്മാരായി കാണപ്പെടണം. കർത്താവിന്റെ വരവ് വരെയും ഈ ലോകത്തിൽ നാം വിശുദ്ധന്മാരായി കാണപ്പെടണം. അതുക്കായി നമ്മുടെ ഐക്യത്തെ നാം പുതുപ്പിച്ചുകൊള്ളണം. അതിനുവേണ്ടി നമ്മുടെ ഐക്യതയെ ബന്ധത്തെ നാം പുതുപ്പിച്ചുകൊള്ളണം. ഇപ്പോൾ ജനുവരി 23 മുതൽ 26 വരെയും കൺവെൻഷൻ. ജനുവരി മാസം 23 മുതൽ 26 വരെയും നമ്മുടെ കൺവെൻഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ തിരുവല്ലായുടെ ചുറ്റുമക്കളുള്ള അനേക സഭകൾ ചേർന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ തിരുവല്ലായുടെ സമീപങ്ങളിലുള്ള പല സഭകളിലുള്ള ദൈവമക്കൾ ഇവിടെ കൂടി വന്നിരിക്കുന്നു. എല്ലാം ദേവസമൂഹത്തിന്റെ സന്തോഷത്തിന്റെ അനുഭവം. എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നതായ ഒരു അനുഭവമാണ്. നാം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ആരാധിപ്പതற்கൊരു സമയത്തെ കർത്താവ് നമുക്ക് തന്നാർ. നാം എല്ലാവരും ഒരുമിച്ച് കൂടി ആരാധിക്കുവാൻ ഒരു അവസരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. இந்த സന്ദർഭത്തെ നാം ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. ഈ അവസരത്തെ നാം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളണം. കൺവെൻഷൻ മുടിഞ്ഞു പോകുമ്പോൾ, ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും കൊള്ളയപ്പെട്ട മനുഷ്യരെ പോലെ കാണപ്പെടണം. എല്ലാവരും കൊള്ള പങ്കിട്ടവരെ പോലെ തന്നെ കാണപ്പെടണം. ഹൃദയത്തിന് മകിഴ്ചയോടെ തിരുമ്പി പോകണം. ജീവിതത്തിൽ വലിയ ആനന്ദത്തോടെ മടങ്ങിപ്പോകണം. മുറുമുറുപ്പോടോ ദുഃഖത്തോടോ പോകൂടാതെ. ആരും പിറുപിറുപ്പോടോ ദുഃഖത്തോടോ മടങ്ങി പോകുവാനിടയാകരുത്. ആരും കോപത്തോടെ പോകൂടാതെ. ആരും കോപത്തോടെ മടങ്ങി പോകുവാനിടയാകരുത്. ചില ആളുകൾ തിരുമ്പി പോകുമ്പോൾ, ചില ആളുകൾ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ, മേലാം ഞാൻ തിരുവല്ല കൺവെൻഷൻ വരമാട്ടെ, ഇനി മേലിൽ ഞാൻ തിരുവല്ല കൺവെൻഷന് വരികയെന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. എനിക്ക് പടുക്കുന്നവർക്ക് പൈ പോലും കിടക്കില്ല. എനിക്ക് കിടക്കാൻ ഒരു പാ പോലും കിട്ടിയില്ല. അത്രയ്ക്ക് സ്തോത്രം. കർത്താവിന് സ്തോത്രം. എന്റെ അരുമയാണ് സഹോദര സഹോദരികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞങ്ങളെല്ലാം இந்த ഊഴിയം ആരംഭിച്ച കാലത്ത് ഞങ്ങളൊക്കെ ഈ വേലയുടെ ആരംഭ നാളുകളിൽ ഞങ്ങൾക്ക് തങ്കിയിരിക്കാൻ പോലും വീടില്ല. ഞങ്ങൾക്ക് പാർക്കുവാൻ വീടുകൾ ഉണ്ടായിരുന്നില്ല. സാപ്പിട ആഹാരമേ ഇല്ല. ഭക്ഷിപ്പാൻ ആഹാരം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വെറും ഓലയിലും മണ്ണിലും പടുത്തിരിക്കണം. ഓലയിലും മണ്ണിലും കിടന്ന് ഉറങ്ങിയ നാളുകളുണ്ട്. അപ്പടി ഒന്നുമില്ലാത്ത നിലമീത്താൻ இந்த ഊഴി ആരംഭിച്ചോ. അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഈ വേല ആരംഭിച്ചത്. എന്റെ ഭോജനപാനവും കൂടി അപ്പടിതാൻ. അന്നുണ്ടായിരുന്ന ഭക്ഷണപാനീയങ്ങളും ആ നിലയിൽ തന്നെയായിരുന്നു. മികവും ലഘുവാര ഭോജനം, വളരെ കുറഞ്ഞ ഭക്ഷണം മാത്രം. ചില ഭോജനത്തെ உங்களுக்கு சொல்லவே முடியாது. ചില ഭക്ഷണത്തെ കുറിച്ച് പുറത്ത് പറയാൻ പോലും കഴിയില്ല. അவ்வளவு കഷ്ടത്തോടെ ഞങ്ങൾ ഇത് ഊഴിയം ചെയ്തു. അത്രമാത്രം കഷ്ടത്തോടു കൂടെയാണ് ഞങ്ങൾ വേല ചെയ്തത്. ഞാൻ 1943 ഞാൻ വിശ്വാസ വീട്ടിലായിരിക്കുമ്പോൾ തിരുമ്പി പോട്ടെ എന്ന് 2-3 തരം ചിന്തിത്തേ. മടങ്ങി പോകട്ടോ എന്ന് 2-3 പ്രാവശ്യം ഞാൻ ചിന്തിച്ചുപോയി. കാരണം 4 നാൾ 5 നാൾ 6 നാൾ ചാപ്പാടില്ല. 4 ദിവസമായി 5 ദിവസമായി ഭക്ഷണമില്ല. തിരുമ്പി പോട്ടെ എന്ന് ചിന്തിച്ച സമയമുണ്ട്. മടങ്ങി പോകട്ടെ എന്ന് ചിന്തിച്ച സമയമുണ്ടായിട്ടുണ്ട്. ദേവൻ വിടവില്ലേ. എന്നാൽ എന്റെ ദൈവം എന്നെ വിട്ടില്ല. പാതുകാത്ത ദേവൻ ഇന്നും പാതുകാക്കുവാൻ സൂക്ഷിച്ച ദൈവം ഇനിയും സൂക്ഷിപ്പാൻ ശക്തൻ തന്നെ. ഹല്ലേലൂയ. അതിനാൽ അരുമയാണ് ദൈവജനമേ, ആകയാൽ പ്രിയ ദൈവജനമേ, നാം വർദ്ധിച്ച് പെരുക വേണ്ടു എന്നത് ആണ്ടവരുടെ ചിത്തമായിരിക്കണം. നാം വർദ്ധിച്ച് പെരുകണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദേവൻ ഏവാളെ ഏതിൽ വയ്ക്കുമ്പോൾ, ദൈവം ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ അവർ കൊടുത്ത ആസ്വാദത്തിൽ
ഒരു പകുതി ஞாபகப்படுத்துறேன். അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. 7ാം നാളെ ദേവൻ ആസ്വദിത്താർ. 7ാമത്തെ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. 7ാം നാളെ ദേവൻ പരിശുദ്ധപ്പെടുത്തിനാർ. 7ാമത്തെ ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ചു. 7ാം നാളിൽ ദേവൻ ഓയ്തിരുന്നാർ. 7ാമത്തെ ദിവസത്തിൽ ദൈവം തന്റെ പ്രവൃത്തിയിൽ നിന്ന് പ്രാരംഭ ഭാഗത്തത് വായിക്കുന്നു. അന്ത 7ാം നാൾ എതേ കുറിക്കുന്നത്? ആ 7ാം ദിവസത്തെ എന്ത് കാണിക്കുന്നു? നമുക്ക് വരപ്പോത 1000 വർഷ രസാക്ഷിയെ കുറിക്കുന്നത്. നമുക്ക് വരുവാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയെ കാണിക്കുകയാണ്. അതുക്ക് വേണ്ടിത്താൻ ദേവൻ നമ്മെ എല്ലാം സഭയ്ക്കുള്ളിൽ കൊണ്ടുവന്നാർ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മയെല്ലാം ഈ സഭയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ സഭയിൽ ഇരിക്കുന്നവരെല്ലാം 1000 വർഷത്തിൽ പ്രവേശിക്കുന്ന അർത്ഥമല്ല. അതുകൊണ്ട് ഈ സഭയിലുള്ള എല്ലാവരും 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുമെന്ന് അർത്ഥമില്ല. നേരത്തെ അതിൽ ചില കാര്യങ്ങൾ ചൊല്ലുന്നത് നിങ്ങൾ കേട്ടീர்கள். ഇന്നലെ അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. 1000 വർഷ രസാക്ഷിക്ക് തകതിയുള്ള മനുഷ്യരെ ഉരുവാക്കിയെടുക്കണം. 1000 ആണ്ട് വാഴ്ചയ്ക്ക് യോഗ്യരായ മനുഷ്യരെ ഒരുക്കിയെടുക്കണം. അതുതാണ് ദേവൻ നമ്മുടെ മേൽ കൊണ്ട് നോക്കം. അതാണ് ദൈവം നമ്മുടെ മേൽ പരമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. നാം എല്ലാം പരിശുദ്ധാവിന് അഭിഷേകത്തെ പറ്റിയ ജനം. നാം എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ജനങ്ങളാണ്. പരിശുദ്ധാവിനെ പറ്റിയതിന്റെ അർത്ഥം എന്നാ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന്റെ അർത്ഥം എന്താണ്? മോശയ്ക്ക് പ്രമാണം കൊടുക്കുമ്പോൾ കற்பലകയിൽ എഴുതി കൊടുത്താർ. മോശയ്ക്ക് പ്രമാണം നൽകുമ്പോൾ കൽപ്പലകയിൽ അത് എഴുതി കൊടുത്തു. ஆனால் പുതിയ ഏർപ്പാട് കാലം അപ്പടിയല്ല. എന്നാൽ പുതിയ നിയമകാലം അങ്ങനെയല്ല. എബ്രായർ 8ാം അധ്യായം 10ൽ വാസിക്കുമ്പോൾ, എബ്രായ ലേഖനം 8ാം അധ്യായം 10ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, 10ാം അധ്യായം 16ൽ വാസിക്കുമ്പോൾ, 10ാം അധ്യായം 16ാം വാക്യം വായിക്കുമ്പോൾ 2 വസനങ്ങളിൽ 2 കാര്യം തെളിവായി എഴുതിയിരിക്കുന്നത്. അവിടെ 2 വാക്യങ്ങളിൽ 2 വിഷയങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദേവന്റെ പ്രമാണത്തെ നമ്മുടെ ഹൃദയത്തിൽ എഴുതുகிறாർ. ദൈവത്തിന്റെ പ്രമാണം നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്നു. ദേവന്റെ പ്രമാണം നമ്മുടെ മനസ്സിൽ എഴുതുகிறாർ. ദൈവത്തിന്റെ പ്രമാണം നമ്മുടെ മനസ്സിൽ എഴുതുന്നു. പുതിയ ഏർപ്പാട് കാലത്ത് പരിശുദ്ധാവിയെ പറ്റിയതിന്റെ അർത്ഥം എന്നാ? പുതിയ നിയമകാലത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അന്നേക്ക് ദേവൻ തമത് പ്രമാണത്തെ നമ്മുടെ ഉള്ളത്തിൽ എഴുതിനാർ. അന്ന് ദൈവം തന്റെ പ്രമാണത്തെ നമ്മുടെ ഉള്ളത്തിൽ എഴുതി. അത് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചത്. അത് പെന്തിക്കോസ്ത് നാളിലാണ് ആരംഭിച്ചത്. അന്നേക്ക് 120 പേർ ഒരുമിച്ച് ജപിച്ചാர்கள். അന്ന് 170 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അത് 120 പേരും പരിശുദ്ധാവിനാൽ നിറയപ്പെട്ടാர்கள். ആ 120 പേരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ആവിയാരോ തങ്ങളുടെ വരുത്തിൻപടിയ വെവ്വേറെ ഭാഷകളിൽ പേശിനാர்கள். ആത്മാവ് ഓരോരുത്തർക്ക് നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം എന്താണ്? അന്നേക്കടെ ഉള്ളത്തിൽ ദേവന്റെ പ്രമാണം വന്ന നാൾ. അന്ന് അവരുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ പ്രമാണം വന്ന നാളായിരുന്നു. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഒരു ലെറ്റർ വന്നാൽ, എനിക്കൊരു എഴുത്തു വന്നാൽ അത് ഞാൻ തുറന്നു വാസിക്കുമ്പോൾ, അത് ഞാൻ തുറന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അഴുതുവിടുകയും, ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകാറുണ്ട്. ചിലപ്പോൾ ഞാൻ കോപിപ്പേൻ, ചിലപ്പോൾ ഞാൻ കോപിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ ഞാൻ ചിരിപ്പേൻ, ചിലപ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. ലെറ്റർ വാസിക്കുമ്പോൾ ഇതെല്ലാം ഒരു കാര്യം താൻ. എഴുത്തു വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങളാണ് ഇവയെല്ലാം. ഇപ്പോൾ താൻ ദേവൻ പരിശുദ്ധാവി കൊടുത്ത നാളിൽ, ഇതുപോലെ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ നാളിൽ, ആവിയാരോ തന്നുള്ള വരുത്തിൻപടിയോ വെവ്വേറെ ഭാഷകളിൽ പേശിനാர்கள். ആത്മാവ് ഓരോരുത്തർക്കും നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഉള്ളത്തിൽ പരിശുദ്ധാവിയാരോ വന്ന വേളയിൽ, അവരുടെ ഉള്ളങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്ന് ഇറങ്ങിയ സമയത്ത് അന്യഭാഷകളിൽ പേശിനാர்கள். എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. അത് പരലോകത്തിലെ ദേവൻ കൊടുത്തൊരു ഭാഷ താൻ. അത് സ്വർഗത്തിലെ ദൈവം അവർക്ക് നൽകിയ ഒരു ഭാഷയാണ്. അതുതാൻ ദേവന്റെ പ്രമാണം ഉള്ളത്തിൽ വന്ന നാൾ. അതാണ് ദൈവത്തിന്റെ പ്രമാണം അവരുടെ ഉള്ളത്തിൽ ആക്കപ്പെട്ട നാൾ. മനുഷ്യന് 2 വിശേഷ പകുതിയുണ്ട്. മനുഷ്യന് 2 വിശേഷിക്കപ്പെട്ട ഭാഗങ്ങൾ, ഘടകങ്ങളുണ്ട്. ഒന്ന് തലയിൽ, ഒന്ന് അവന്റെ ശിരസ്, മറ്റൊന്ന് നെഞ്ചിൽ. മറ്റേ 2 എന്തിനെ കാണിക്കുന്നു? നെഞ്ചിട്ടാൽ നമ്മുടെ രക്തം ഇരിക്കുന്ന ഇടം. ഈ മാർവിലാണ് നമ്മുടെ രക്തം കേന്ദ്രീകരിക്കുന്ന സ്ഥലം. இந்த രക്തത്തെ മേലെ കൊണ്ടുവന്ന് തലയിൽ നിന്നാണ് സപ്ലൈ ചെയ്തത്. ഈ രക്തം നേരെ മുകളിൽ ശിരസിൽ കൊണ്ടുവന്നിട്ടാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇതിനെ പകർന്നു കൊടുക്കുന്നത്. ഇതിന്റെ ശരീരത്തിൽ 4448 ഞരമ്പുകളുണ്ട്. ഈ ശരീരത്തിൽ 4448 ഞരമ്പുകളുണ്ട്. എല്ലാ ഞരമ്പിലൂടെ രക്തം ഓടിപ്പോവാണ്. എല്ലാ ഞരമ്പുകളിൽ കൂടെയും ഈ രക്തം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പടിതാൻ മനുഷ്യന്റെ ശരീരത്തെ ദേവൻ അമൈത്താർ. അങ്ങനെയാണ് ദൈവ മനുഷ്യന്റെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ശരീരം ഇപ്പടിയായിരുന്നാൽ, ഈ ശരീരം ഈ നിലയിലാണെങ്കിൽ, യേശുവിന്റെ ശരീരം താൻ കർത്തയുടെ സഭ, യേശുവിന്റെ ശരീരമാണ് ദൈവത്തിന്റെ സഭ. സഭയ്ക്കും 2 പകുതിയുണ്ട്. സഭയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. നമുക്കൂടെ മനസ്സുകൊണ്ട് ഹൃദയമുണ്ട്. നമുക്ക് മനസ്സും ഹൃദയവും ഉള്ളതുപോലെ, നമ്മുടെ ഹൃദയത്തിലെ രക്തമെടുത്ത് തലയിൽ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്ന പോലെ, ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്ത് ശിരസിൽ തലയിൽ കൊണ്ടുവന്നിട്ട് ശരീരത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പകരുന്നത് പോലെ, നമുക്ക് പരിശുദ്ധാവിന്റെ അഭിഷേകം തന്ന വേളയിൽ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്ന സമയത്ത് നമ്മുടെ ഉള്ളത്തിൽ ദേവൻ പ്രമാണത്തെ
எழுதினார். നമ്മുടെ മാത്രവുമല്ല നമ്മുടെ മനസ്സിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ വച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സ് ദൈവന്റെ പ്രമാണത്താൽ നിറഞ്ഞിരിക്കണം. നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ പ്രമാണത്താൽ എപ്പോഴും നിറഞ്ഞിരിക്കണം. നമ്മുടെ ഹൃദയം ദൈവന്റെ പ്രമാണത്താൽ നിറഞ്ഞിരിക്കണം. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ പ്രമാണത്താൽ നിറഞ്ഞിരിക്കണം. ദൈവന്റെ പ്രമാണം എന്ന് சொன்னா தேவன் தான். ദൈവത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ. യോഹന്നാൻ സുവിശേഷം 1-ാം വചനം വാസിത്താൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ ആദിയിൽ വാർത്ത ഇരുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, அந்த வார்த்தை தேவனோடு இருந்தது, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, அந்த வார்த்தை தேவனாயிருந்தது, വചനം ദൈവമായിരുന്നു. 14-ാം വചനത്തിൽ 14-ാം വാക്യത്തിൽ அந்த வார்த்தை மாம்சமாய் கிருபையும் சத்தியവും നിറപ്പെടുന്നതായി നമുക്കുள்ளே വാസമായി ഇരുന്ന ആ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിന് മഹത്വം. നമ്മുടെ യേശുവെ പറ്റിത്താൻ, അത് നമ്മുടെ യേശുവിനെ കുറിക്കുന്നതാണ്. നമ്മുടെ യേശു സർവ്വ വല്ലമുള്ള സൃഷ്ടികർത്താവായ ദേവൻ. നമ്മുടെ യേശു സർവശക്തിയുള്ള സൃഷ്ടികർത്താവായ ദൈവമാണ്. യേശു ഒരു മനുഷ്യൻ മാത്രമല്ല, യേശു കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, യേശു സർവ്വ വല്ലമുള്ള സൃഷ്ടികർത്താവായ ദേവൻ. യേശു സർവശക്തിയുള്ള സൃഷ്ടികർത്താവായ ദൈവമാണ്. അവൻ ആദിയിൽ വാർത്തയായിരുന്ന, അവൻ ആദിയിൽ വചനമായിരുന്നു. அந்த வார்த்தை மாம்சமாகி ആ വചനം ജഡമായി തീർന്നു. இந்த உலகத்தில் மனுஷனாய் காணப்பட்டார். ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി വെളിപ്പെട്ടു. എല്ലാ മനുഷ്യനും പിറക്കുന്ന പോലെ യേശു പിറക്കവില്ല. എല്ലാ മനുഷ്യരും പിറന്നതുപോലെ അല്ല യേശു പിറന്നത്. യേശു മാംസവും രക്തമില്ലാതെ പിറന്നവർ. യേശു ജഡരക്തം ദേവന്റെ പരിശുദ്ധ പ്രജ அந்த പ്രജதான் യേശു. ആ പ്രജയാണ് യേശു. മാംസവും രക്തമില്ലാതെ പിറന്നവർ, ജഡവും രക്തവും ഇല്ലാതെ പിറന്നവൻ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 13-ാം വചനത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. കർത്തൃ സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാംസത്തിന്റെ ഇഷ്ടത്തിലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, രക്തത്താലല്ല, രക്തത്താലല്ല, ദേവനാൽ പിറന്നവർ, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പടി പിറന്നവർ யாரெல்லாம் இருக்கிறீர்கள்? അങ്ങനെ ജനിച്ചവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങൾ വെറും മാംസത്തിൽ പിറന്നവർ മാത്രമല്ല, നിങ്ങൾ വെറും ജഡത്തിൽ പിറന്നവർ മാത്രമല്ല, നിങ്ങൾ രക്തത്താൽ പിറന്നവർ മാത്രമല്ല, നിങ്ങൾ രക്തത്താൽ ജനിച്ചവർ മാത്രമല്ല, അതിനകത്താൻ മറുപടിയും പിറക്കുന്നൊരു പ്രമാണം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കുക എന്നൊരു പ്രമാണം ദൈവവചനത്തിൽ മറുപടിയും പിറന്ന നാളിൽ, നാം വീണ്ടും ജനിച്ച നാളിൽ നമുക്ക് ഇவ்வளவு സന്തോഷം ഏർപ്പെട്ടത്, നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടായി. അതുതാൻ പാവമനുപ്പ് പറ്റ നാൾ, അതാണ് പാപക്ഷമ ലഭിച്ച നാൾ. ഉള്ളിലൊരു പിറപ്പുണ്ടാകുന്ന നാൾ, നമ്മുടെ ഉള്ളിൽ ഒരു ജനനമുണ്ടായ നാൾ. വചനം നമ്മുടെ ഉള്ളത്തിൽ പ്രവേശിച്ച്, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് ഒരു പിറപ്പെ തന്നാർ, നമുക്കൊരു ജനനം നൽകി. എതിർക്കാക, എന്തിനായി? പോലെ മാറ്റപ്പെടുവதற்காக, യേശുവിനെ പോലെ മാറ്റപ്പെടേണ്ടതിന്. മറുപടിയും പിറവാപ്പെട്ടാൽ പരലോകരാജ്യം കാണാൻ പറ്റില്ലെന്ന് യേശു சொன்னார். പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല എന്ന് യേശു പറയുകയുണ്ടായി. ആവിനാലും പിറവാപ്പെട്ടാൽ പരലോകത്തിൽ പ്രവേശിപ്പവും മാറ്റാം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല. നാം മുതലാവത് ബലം തിരുമ്പ വേണം. നാം ആദ്യമായി മാനസാന്തരപ്പെടണം. രണ്ടാമത് ജ്ഞാനസ്നാനം ഏൽക്കണം. രണ്ടാമത് വിശ്വാസ സ്നാനം സ്വീകരിക്കണം. മൂന്നാമത് പരിശുദ്ധാവിയെ പെറണം. മൂന്നാമതായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അതാണ് മറുപടിയും പിറപ്പിന്റെ മേന്മ. അതാണ് പുതുതായി ജനിക്കുക അഥവാ വീണ്ടും ജനിക്കുന്നതിന്റെ വിശേഷത. മൂന്ന് കാര്യവും നമ്മുടെ ജീവിതത്തിൽ അവശ്യം. ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ദേവന്റെ പിള്ളകളായിരുന്ന കർത്തനെ മഹിമപ്പെടുത്താൻ മുടിയും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവമക്കളായിരുന്ന ദൈവത്തിന്റെ മഹത്വം കൊടുക്കുവാൻ കഴിയൂ. ഇപ്പടിപ്പെട്ട ഐക്യത്തെ ദേവൻ നമുക്ക് തന്ന, ഇങ്ങനെയുള്ള ഒരു ബന്ധത്തെ ദൈവം നമുക്ക് നൽകി. നമ്മുടെ യേശു ഇന്ന് ഉലകത്ത് വന്നതിന്റെ നോക്കമെന്ന്, നമ്മുടെ യേശു ഈ ലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? 1 തിമോത്തി 3-ാം അധ്യായം 16 വാസിക്കുമ്പോൾ, 1 തിമോത്തിയോസ് 3-ാം അധ്യായം 16 വാക്യം നാം വായിക്കുമ്പോൾ, മുഖ്യ കാര്യം എന്നുവെന്നാൽ, നമ്മുടെ യേശു ലോകത്തിൽ വന്നതിന്റെ പ്രധാന കാരണം എന്തെന്നാൽ, ദേവൻ മാംസത്തിൽ വെളിപ്പെട്ടാർ, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. സർവ്വവല്ലമുള്ള സൃഷ്ടികർത്താവായ ദേവൻ, സർവശക്തനായ സൃഷ്ടികർത്താവായ ദൈവം ഒരു മനുഷ്യന്റെ രൂപത്തിലൂടെ ഉലകത്തിൽ കാണപ്പെട്ടാർ, ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഈ ലോകത്തിൽ വെളിപ്പെട്ടു. ദേവൻ മനുഷ്യ മാംസത്തിൽ വെളിപ്പെട്ടാർ, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതുതാണ് യേശുവെ പറ്റിയ രഹസ്യം. അതാണ് യേശുവിനെ കുറിച്ചുള്ള മർമ്മം. അന്ത യേശു എന്നെ ചെയ്താർ? ആ യേശു എന്ത് ചെയ്തു? ബെത്ലഹേം വരെ നടന്നാർ. ആ ബേത്ലഹേമിൽ അവൻ നടന്നു. അനേക നിന്ദകൾ പോരാട്ടങ്ങൾ സഹിത്താർ. അവൻ അനേക നിന്ദകൾ പാടുകൾ സഹിച്ചു. കടസിയാകെ മരിത്താർ. അവസാനമായി താൻ മരിക്കുന്നു. അടക്കം പണപ്പെട്ടത്, അവൻ അടക്കം ചെയ്യപ്പെടുന്നു. കല്ലറ മുദ്ര വയ്ത്തത്, അവന്റെ കല്ലറ മുദ്ര വെച്ചു. കല്ലറയ്ക്ക്
കാവലും വെച്ചത്. ആ കല്ലറയ്ക്ക് കാവലുമാക്കി. ആരാണ് സംഭവിച്ചതെന്ന്? എന്നാൽ സംഭവിച്ചതെന്താണ്? വാരത്തിന് മുതലാൾ നാൾ വരുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ ഭൂമി മിക അതിരുമ്പടി ദേവദൂതൻ ഇറങ്ങി വന്ന ഭൂമി കുലുങ്ങുമാർ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വരുന്നു. എന്ത് സംഭവിച്ചത്? അവിടെ എന്ത് സംഭവിക്കുന്നു? അന്ത ദേവദൂതൻ കല്ല് അതിമേൽ ഉക്കാർന്നാർ. ആ ദൈവദൂതൻ കല്ല് ഉരുട്ടി മാറ്റി അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. യേശു കല്ലറ വിട്ട് വെളിയെ വന്ന നമ്മുടെ യേശു കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അന്നേക്ക് യേശുവെ തേടി മറിയ മുതലേ ആളുകൾ വന്നാர்கள். അന്ന് യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് മറിയ തുടങ്ങിയുള്ള ആളുകൾ കല്ലറയിൽ എത്തുന്നു. അന്ത കല്ലറയിൽ വെറും തുണി മാത്രം ഇരുന്നത്. ആ കല്ലറയിൽ അവന്റെ ശീല മാത്രം ചുരുട്ടി വെച്ചിരുന്നു. യേശു മരിച്ചോർന്ന് ഉയർത്തെഴുതി വന്ന നമ്മുടെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു വന്നു. അരുമയാണ് ദേവന്റെ പിള്ളയെ. പ്രിയ ദൈവജനമേ, മരണം ഒരു മനുഷ്യന്റെ മുടിവല്ല. മരണം ഒരു മനുഷ്യന്റെ അവസാനമല്ല. നമ്മുടെ യേശു മരിച്ച പിടിപ്പാൻ ഉയർത്തെഴുതി വന്ന നമ്മുടെ യേശു മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റു. യേശു എന്നെ ചൊല്ലാർ. യേശു എന്ന് പറയുന്നു, മരിച്ചേൻ സദാകാലം ഉയരോടിരിக்கிறേ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. യേശു ഇന്ത്യയിലേക്ക് ഉയരോടിരിக்கிறார். നമ്മുടെ യേശു ഇന്നും ജീവനോടിരിക്കുന്നു. ദേവന്റെ പിള്ളയെ, പ്രിയ ദൈവവൈതലേ, അപ്പടിപ്പെട്ട അനുഭവം ഉണ്ട്. നമുക്കും അങ്ങനെ ഒരു അനുഭവമുണ്ട്. അതിനാൽ മരണത്തെ ഭയപ്പെട വേണ്ടാം. ആകയാൽ മരണത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട. അയ്യോ ഞാൻ ചത്തുപോയെന്ന് ഭയപ്പെട വേണ്ട. അയ്യോ ഞാൻ മരിച്ചു പോകുമല്ലോ എന്നിങ്ങനെ നിങ്ങൾ ഭീതിപ്പെടേണ്ട. മനുഷ്യന്റെ മുടിവേ അല്ല. മരണം മനുഷ്യന്റെ അന്ത്യമല്ല. യേശു മരിച്ച കല്ലറയിൽ വിട്ട് എഴുതി വന്നാർ. യേശു താൻ അടക്കം ചെയ്യപ്പെട്ട കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാനിടയായി. അതിനാൽ നമുക്ക് ഒരു ഉയർത്തെഴുന്നേലുണ്ട്. ആകയാൽ നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉയർത്തെഴുന്നേറ്റ് ആ ഉയർത്തെഴുന്നേൽപ്പിനെ ധ്യാനിച്ചുകൊണ്ട് നാം എപ്പോഴും ധൈര്യമായിരിക്കണം. നാം എപ്പോഴും ധൈര്യമായിരിക്കണം. ആ ഉലകത്തിൽ ഇരിക്കും കാലത്ത് നാം ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് നമ്മെ പറ്റി ദേവനക്ക് ഒരു പ്രധാന നോക്കമുണ്ട്. നമ്മെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. ആ നോക്കത്തെ നാം വിളങ്ങിക്കൊള്ളണം. ആ ഉദ്ദേശത്തെ നാം ഗ്രഹിച്ചുകൊള്ളണം. തെളിവായി ചൊല്ല നേരമില്ല. എല്ലാം വ്യക്തമായി പറയുവാൻ അവസരമില്ല. ഇന്ത്യക്ക് ഞാൻ ഉപാഗമം 27-ാം അധ്യായത്തിന് മുതൽ 3 വസരത്തെ വാസിത്തോ. ആവർത്തന പുസ്തകം വായിച്ചു. എന്റെ വാസിത്തതിന്റെ കരുത്ത് എന്നാ? ആ വാക്യങ്ങളും ചെയ്യണം. മരുഭൂ പ്രയാണം ചെയ്യുമ്പോൾ അവർ 6 ചതുരശ്ര മൈൽ വിസ്താരമുള്ള വനാന്തരത്തിൽ കൂടെ സഞ്ചരിച്ചാர்கள். അവർ 6 ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. അവർ പോകുമ്പോൾ ഒരു പെരും കൂട്ടമായിരുന്നാர்கள். അവർ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ സമൂഹമായിരുന്നു. അവർ പുറപ്പെടുമ്പോൾ 6 ലക്ഷം ജനങ്ങളിരുന്നാர்கள். അവർ പുറം ദേശത്ത് അവർ കനാനിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം പുറപ്പെട്ടവർ ചിലർ മരിച്ചു പോനാലും അവർ പ്രാരംഭത്തിൽ പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നവരിൽ ചിലർ മരിച്ചുപോയെങ്കിലും അവർ കനാൻ നാട്ടിൽ പ്രവേശിക്കുമ്പോൾ അവർ കനാൻ ദേശത്ത് പ്രവേശിച്ചപ്പോൾ 20 ലക്ഷം ജനങ്ങളിരുന്നാர்கள். 20 ലക്ഷത്തോളം ജനങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ദൈവത്തിന് സ്വന്തം. നാം കൂടെ ഒരു പെരും കൂട്ടമായിരിக்கிறോ. ഇന്ന് നാം ഒരു വലിയ സമൂഹമായിരിക്കും. ദേവൻ നമ്മുടെ മേൽ കൊണ്ട നോക്കം എന്നാ? ദൈവം നമ്മേലെ മേൽ വെച്ചിരിക്കുന്ന ഉദ്ദേശം എന്താണ്? ദേവൻ നമ്മെ കൊണ്ട് വലിയ കാര്യം ചെയ്യിപ്പിക്കാൻ വിരുമ്പുகிறாർ. ദൈവം നമ്മെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അവർ 6 ചതുരശ്ര മൈൽ വിസ്താരമുള്ള വനാന്തരത്തിൽ പ്രയാണം ചെയ്താர்கள். അവർ 6 ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ വനാന്തരത്തിൽ യാത്ര ചെയ്തു. 6 എന്നുള്ള എണ്ണിക്ക കഷ്ടങ്ങളെ കുറിക്കുന്നത്. 6 എന്നുള്ള സംഖ്യ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങളെ വെളിപ്പെടുത്തുകയാണ്. അനേക കഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. പൊല്ലാത്ത വല്ലമളയെ മേൽക്കൊള്ള വേണ്ടിയിരുന്നത്. അനേക ദുഷ്ടശക്തികളെ അതിജീവിക്കേണ്ടതായി വന്നു. അരുമയാണ് ദേവന്റെ പിള്ളയെ. പ്രിയ ദൈവവൈതലേ, ഈ വിശ്വാസ ജീവിതം ചെയ്യുമ്പോൾ ഈ വിശ്വാസ ജീവിതം ചെയ്യുമ്പോൾ നീ പരിശുദ്ധത്തിനായി പോർ ചെയ്യണം. നീ പരിശുദ്ധത്തിന് വേണ്ടി പോർ ചെയ്യണം. നീ കഷ്ടങ്ങൾ നിന്ദകൾ പോരാട്ടങ്ങൾ സഹിക്കണം. കഷ്ടങ്ങളും നിന്ദകളും പോരാട്ടങ്ങളും നീ സഹിക്കണം. വനാന്തര പ്രയാണം കഷ്ടമേറിയ ജീവിതം. മരുഭൂ യാത്ര എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു ജീവിതമാണ്. ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന വേളയിൽ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്ന നാളുകളിൽ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ മനുഷ്യരില്ലേ? ശമ്പളമുള്ള മനുഷ്യർ ഇന്നത്തെ പോലെ ശമ്പളം വാങ്ങുന്ന വിശ്വാസികളൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് താങ്കൾ പട്ടിണിയും പശിയും സന്തോഷത്തോടെ സഹിച്ചോ? ഞങ്ങൾ പട്ടിണിയും വിശപ്പും സന്തോഷത്തോടെ സഹിച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാം ചരിത്രം എടുത്തിട്ടുള്ള നേരമില്ല. എല്ലാ ചരിത്രങ്ങളും വിസ്തരിക്കുവാൻ സമയമില്ല. വനാന്തര പ്രയാണം കഷ്ടമേറിയ ജീവിതം. മരുഭൂ പ്രയാണം വളരെ കഷ്ടതയേറിയ ജീവിതമാണ്. ദൈവജനമേ, പ്രിയ ദൈവജനമേ, വിശ്വസിപ്പതற்கு വേണ്ടി മാത്രമല്ല പാട് അനുഭവിക്കുന്ന നാം അരുളപ്പെട്ടിരിക്കുന്നത്. വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടമനുഭവിക്കാൻ
അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷം കിടക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുമ്പോൾ സന്തോഷിപ്പത് സഹജം താൻ. നിങ്ങൾ സന്തോഷിക്കുന്നത് സഹജം തന്നെയാണ്. ஆனால் നിങ്ങൾക്ക് കഷ്ടം വരുമ്പോൾ എന്നാൽ നിങ്ങൾക്ക് കഷ്ടം വരുമ്പോൾ നിങ്ങൾ അയ്യോ അയ്യോ എന്ന് ചൊല്ലപ്പെടാം. നിങ്ങൾ അയ്യോ അയ്യോ എന്ന് പറയരുത്. നിങ്ങൾ അതിൽ സന്തോഷപ്പെടണം. കഷ്ടങ്ങളിലും നിങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കണം. കഷ്ടങ്ങൾ താൻ നമുക്ക് സന്തോഷിക്കേണ്ട സ്ഥലം. കഷ്ടങ്ങളാണ് നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഇടം. പഴയ കാലത്ത് പാട്ട് പഠിപ്പാണ്. പഴയ കാലത്ത് ഇങ്ങനെ പാട്ട് പാടാറുണ്ട്. കഷ്ടതകൾ ദൈവമേ എന്നവകാശം തന്നെയല്ലോ, വിശ്വസിപ്പാൻ മാത്രമല്ല നൽവാൻ, തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. പഠിക്കാതില്ല കഥയുടെ സ്വത്രം. എത്ര സ്വത്രം. തങ്ക കഷ്ടത. തങ്ക കഷ്ടത എന്നാണ് കഷ്ടതയുടെ പേരെന്താ? കഷ്ടതയുടെ പേരെന്താണ്? തങ്ക കഷ്ടത. തങ്ക കഷ്ടത. ചില പിള്ളേകൾ പറഞ്ഞു തങ്കമ്മേന്ന് പേര് വെപ്പാ. ചില മക്കൾക്ക് തങ്കമ്മ എന്ന് പേര് നൽകാറുണ്ട്. പയ്യന് തങ്കച്ചൻ പേര് വെപ്പാ. പയ്യന് തങ്കച്ചൻ എന്ന് പേര് കൊടുക്കും. തങ്കത്തോട് എല്ലാവർക്കും പേര് ഇഷ്ടം. തങ്കത്തോട് ചേർന്നുള്ള പേരെല്ലാവർക്കും ഇഷ്ടമാണ്. ആണാ നമ്മുടെ കഷ്ടം താൻ തങ്കം. നമ്മുടെ കഷ്ടതയാണ് തങ്കമെന്ന് പറയുന്നത്. എത്ര പേർക്ക് ധൈര്യമായി ചൊല്ലലാം? എത്ര പേർക്ക് അത് ധൈര്യമായി പറയാൻ കഴിയും? മാത്രം അല്ലെ ചൊല്ലട്ടെ. അങ്ങനെയുള്ളവർ ഹല്ലേലൂയ പറയുവീ. നാം കഷ്ടതയിൽ കൂടെ പോകണം. നാം കഷ്ടതയിലൂടെ പോകണം. അവരെ 6 ലക്ഷം ജനങ്ങൾ 20 ലക്ഷമായി മാറ്റപ്പെട്ടാറ്. 6 ലക്ഷം ജനങ്ങൾ 20 ലക്ഷമായി മാറ്റപ്പെടുന്നു. സൈമൻ സാർ പാടിയപ്പോൾ സൈമൻ സാർ പാടിയപ്പോൾ അത് അപ്പടിയെ പഠിച്ചിരിക്കുക. അങ്ങനെ താൻ പാടിയിരിക്കുന്നു. 6 ചതുരശ്രമയിൽ വിസ്താരമുണ്ടായിരുന്ന മരുവിൽ 600,000 പെരുകി 20 ലക്ഷമായി. കാറും കഠിനമ കാറ്റും വെയിൽ മഞ്ഞും ഏറ്റ കൃപ ഇന്നും മാറ്റൊലിക്കൊള്ളുന്നു. എന്തു മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ. അറിയാമല്ലേ അത്രയും ശബ്ദം. സ്തോത്രം. 6 ലക്ഷം ജനങ്ങൾ 20 ലക്ഷമായി മാറ്റപ്പെട്ടത്. 6 ലക്ഷം ജനങ്ങൾ 20 ലക്ഷമായി മാറ്റപ്പെട്ടു. നമ്മെ പെരുകപ്പെടുമ്പടി ചെയ്യും ദേവൻ താൻ. നമ്മളെ വർദ്ധിപ്പിച്ചത് നമ്മുടെ ദൈവമാണ്. ആണാലും പാതകൾ മറന്നുവിടക്കൂടാതെ. എങ്കിലും നാം കഷ്ടങ്ങൾ മറക്കരുത്. കഷ്ടത്തിൽ കൂടെ മുന്നിലേക്ക് പോകണം. നാം കഷ്ടതയിലൂടെ മുൻപോട്ട് പോകണം. യേശു 33.5 വർഷം ഭൂമിയിൽ ഇരുന്നാണ്. യേശു 33.5 വർഷം ഈ ലോകത്തിലായിരുന്നു. അവർ പിറന്ന നാൾ മുതൽ മരിക്കും വരെയും പാടുകൾ വഴിയായി പോനാ. അവൻ ജനിച്ച നാൾ മുതൽ അവൻ മരിക്കും വരെയും കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. യേശുവിന്റെ അനുഭവം എന്നാ? യേശുവിന്റെ അനുഭവം എന്തായിരുന്നു? നരികൾക്ക് കുഴികളും പറവകൾക്ക് കൂടുകളും ഉണ്ട്. കുറുനരികൾക്ക് കുഴികളും പറവകൾക്ക് ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്. മനുഷ്യകുമാരനോ തലസായ്ക്ക് ഇടമില്ലേ? മനുഷ്യപുത്രനോ തലചായ്പാനിടമില്ല. യേശു ശിശുരെ അനുഭവം എന്നെ சொன்னார். യേശു തന്റെ ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത്? എൻ പിതാ എന്നെ അനുപ്പത് പോലെ ഞാൻ നിങ്ങളെ അനുപ്പുകേ. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഊഴിയക്കാരായ ഞങ്ങൾ, കർത്താവിന്റെ വേലക്കാരായ ഞങ്ങൾ എவ்வளவு പാടുകൾ വഴിയായി പോക വേണ്ടിയിരുന്നത്. എത്രത്തോളം കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. വിശ്വാസികളെ, പ്രിയ വിശ്വാസികളെ, നിങ്ങൾ പാടുകൾ വഴിയായി മുന്നേക്ക് പോകണം. നിങ്ങൾ കഷ്ടങ്ങൾ വഴിയായി മുൻപോട്ട് പോകുകയും. പാടുകൾ ഇല്ലാവിട്ടാൽ ക്രിസ്ത്യൻ ജീവിതത്തിന് ബലമില്ലേ. കഷ്ടങ്ങളില്ല എങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് ശക്തിയില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം. പാടുകൾ വഴിയായി മുന്നേക്ക് പോകണം. നാം കഷ്ടങ്ങൾ വഴിയായി മുൻപോട്ട് പോകണം. അപ്പടി പോനാൽ മാത്രമേ നമ്മുടെ ജീവൻ ദൈവനാമത്തിന് മഹിമയായിരിക്കാൻ മുടിയും. അങ്ങനെ പോകുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ദൈവനാമത്തിന് മഹത്വമായി ഭവിക്കുകയുള്ളൂ. മോശ ഉലകത്തിൽ ഇരുന്നപ്പോഴേ ഇപ്പിടിപ്പെട്ടൊരു പ്രമാണം ചൊല്ലിക്കൊടുത്ത. മോശ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഇപ്രകാരം ഒരു പ്രമാണം ജനത്തിനോട് അവർ ചെങ്കടലിൽ കടന്നു വരുവാനിടയായി. എന്നാൽ മോശയുടെ കാലത്തേക്ക് അപ്പുറം. എന്നാൽ മോശയുടെ കാലം കഴിഞ്ഞ ശേഷം യോശുവ ജനത്തെ നടത്തേണ്ടിയിരുന്നത്. യോശുവ ജനത്തെ നടത്തേണ്ടതായി വന്നു. മോശ നടത്തിയ പാർക്കിലും മോശ നടത്തിയതിനേക്കാൾ യോശുവയുടെ കാലം ഒരു വിശേഷമായിരുന്നത്. യോശുവയുടെ കാലം ഒരു വിശേഷിക്കപ്പെട്ട കാലമായിരുന്നു. യോശുവ அந்த ജനത്തെ യോർദാനെ കടത്തിക്കൊണ്ടുപോകണം. യോശുവ ആ ജനത്തെ യോർദാൻ കടത്തിക്കൊണ്ടുപോകണം. മാത്രമല്ല എരിഹോ ഉടച്ച കനാൻ നാട്ടിൽ പ്രവേശിക്കണം. മാത്രമല്ല എരിഹോ മതിലിനെ തകർത്തുകൊണ്ട് അവർ കനാൻ നാട്ടിൽ പ്രവേശിക്കണം. 7 ജാതികളെയും 31 രാജാക്കളെയും നിഗ്രഹം പണയണം. ആ കനാനിൽ ഉണ്ടായിരുന്ന 7 ജാതികളെയും 31 രാജാക്കന്മാരെയും നിഗ്രഹിക്കണം. ഇതെല്ലാം യോശുവാക്കിയിരുന്ന പ്രമാണം. ഇതെല്ലാം യോശുവയുടെ മേലുണ്ടായിരുന്ന പ്രമാണമായിരുന്നു. യോശുവയുടെ ദേവൻ ചൊല്ലാർ. യോശുവയുടെ ദൈവം പറഞ്ഞു, ഞാൻ മോശയോടിരുന്ന പോലെ ഉന്നോടുകൂടി ഇരിപ്പേ. ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഒരു മനുഷ്യന് ഉനക്കെതിർത്ത് നിൽക്കവില്ലേ. ഒരു മനുഷ്യൻ
മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. அப்படியே தேவன் யோசுவாவை தைரியப்படுத்தினார். അങ്ങനെ ദൈവം യോശുവയെ ധൈര്യപ്പെടുത്തി. யோசுவா ஜனத்தை நடத்தி கொண்டு வரும்போது യോശുവ ജനത്തെ നടത്തിക്കൊണ്ടുവരുമ്പോൾ അവർ യോർദാന്റെ സമീപത്ത് വന്നാர்கள். അവർ യോർദാന്റെ സമീപത്ത് വന്നു. அப்பொழுது அவருக்கு மறுகரைக்கு போவதற்கு வழியில்ல. അവർക്ക് അക്കരെ പ്രവേശിക്കുവാൻ വഴി കാണുന്നില്ല. யோர்தான் கோட காலத்தை கர்ரா புரண்டோடும் ഒരു മാർഗവും കാണുന്നില്ല. அப்போது தேவன் யோசுவா போல சொன்னார். അപ്പോൾ ദൈവം യോശുവ മുഖാന്തരം അരുളി ചെയ്യുന്നു, நீங்கள் இன்றைக்கு நாளைக்கு உங்களை பரிசுத்தப்படுத்திக் கொள்ளுங்கள். നിങ്ങൾ ഇന്നും നാളെയും നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. நாளைக்கு தேவன் அற்புதம் செய்ய போறார். മൂന്നാം ദിവസം നാളെ ദൈവം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിപ്പാൻ പോകുന്നു. யோசுவா சொல்லிக் கொடுத்தார். യോശുവ പറഞ്ഞു കൊടുത്തു, எல்லாரும் 2000 முழம் தூரம் இல்லைங்க, എല്ലാവരും 2000 മുഴം അകലത്തിൽ നിൽക്കുവീൻ. நீங்கள் உடன்படிக்கப்பட்டியையும் அதை சுமக்கிற லேவியரையும் காணும் போது இடத்தை விட்டு புறப்படுங்கள். നിങ്ങൾ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും കാണുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഇടം വിട്ട് എഴുന്നേറ്റ് അവരുടെ പിന്നാലെ ചെല്ലുവീൻ. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് മഹത്വം. இந்த லேவியரையும் இந்த உடன்படிக்கப்பட்டியை குறித்து நான் உங்களுக்கு சொல்றேன். ഈ ലേവ്യരെ കുറിച്ചും അവർ ചുമക്കുന്ന നിയമപ്പെട്ടകത്തെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറയട്ടെ. அந்த உடன்படிக்கப்பட்டி எப்படி உண்டாக்கப்பட்டது? ആ നിയമപ്പെട്ടകം എപ്രകാരം ഉണ്ടാക്കപ്പെട്ടു? அந்த உடன்படிக்கப்பட்டி ആ നിയമപ്പെട്ടകം சித்தி மரத்தால் செய்து பொன்னால் மூடப்பட்டது. ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയപ്പെട്ടതാണ്. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് മഹത്വം. அது கர்த்தர் சபைக்கு ஒரு அடையாளமா இருக்கின்றது. അത് ദൈവത്തിന്റെ സഭയ്ക്ക് നിഴലായിരിക്കുന്നു. அந்த பெட்டிக்கு ஒரு மூடி என்று சொல்லுவது பொருள் இல்ல. ആ പെട്ടിക്ക് ഒരു അടപ്പ് എന്ന് പറയുന്ന പ്രത്യേകമായില്ല. അല്ല, കൃപാസനം പൊന്നാൽ ഉണ്ടാക്കപ്പെട്ട വേറൊന്നും ഇരുന്നത്. എന്നാൽ പൊന്നുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കൃപാസനം അതിന്റെ മുകളിൽ വയ്ക്കപ്പെട്ടിരുന്നു. அந்த கிருபாசனம் மீத வரும்போது பெட்டி பாதுகாக்கப்படும். ആ കൃപാസനം നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ വയ്ക്കപ്പെടുമ്പോൾ ആ പെട്ടകം കൃപാസനത്താൽ സൂക്ഷിക്കപ്പെടുന്നു. கிருபாசனத்தில் கொஞ்சம் போலும் மரம் இல்லை. ആ കൃപാസനത്തിൽ അല്പം പോലും മരം കാണുന്നില്ല. அது ஒரு பொன்னால் மாத்திரம் உண்டாக்கப்பட்டது. അത് മുഴുവൻ പൊന്നിനാൽ നിർമ്മിക്കപ്പെട്ടത്. அந்த உடன்படிக்கப்பட்டியோ ആ നിയമപ്പെട്ടകമോ மரத்தால் உண்டாக்கப்பட்டு பொன்னால் மூடப்பட்டது. അത് മരം കൊണ്ട് ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞതാണ്. இந்த பெட்டி 3 காரியத்துக்கு ஒப்பனையாகி இருக்கிறது. ഈ നിയമപ്പെട്ടകം 3 കാര്യങ്ങൾക്ക് നിഴലായിരിക്കുന്നു. ஒന്നത് கிறிஸ்துவை குறிக்கிறது, ഒന്ന് ഇത് ക്രിസ്തുവിനെ കാണിക്കുന്നു, அது சபையை காட்டுகிறது, മറ്റൊന്ന് ഇത് സഭയെ കാണിക്കുന്നു, அது பரிசுத்தாவியை பற்றி ஒரு பரிசுத்தவான கடையாளம். അത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വിശുദ്ധനും നിഴലാണ്. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് இந்த മഹത്വം. உடன்படிப்பட்டியாய சபையை கொண்டு போகும்போது ഈ നിയമപ്പെട്ടകമാകുന്ന ദൈവത്തിന്റെ സഭയെ കൊണ്ടുപോകുമ്പോൾ லேவியர் மாத்திரம் அதை சுமந்து கொண்டு போகிறார். ലേവ്യർ മാത്രം അതിനെ ചുമന്നു കൊണ്ടുപോവുകയാണ്. அந்த யோர்தானை கடக்கும் போது ആ യോർദാനെ കടക്കുമ്പോൾ அந்த பெட்டியையும் ஆசாரியரையும் കാണുമ്പോൾ മാത്രമേ അവർക്ക് മുന്നിലേക്ക് പോകാൻ முடியும். ആ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന പുരോഹിതന്മാരെയും കാണുമ്പോൾ മാത്രമേ അവർക്ക് എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ കഴിയൂ. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് മഹത്വം. லேவியர் എല്ലാവற்றைയും വെറുത്തു വിട്ടാൽ ഊഴിയക്കാർക്ക് അടയാളം. ഈ ലേവ്യർ എന്ന് പറയുന്ന സകലത്തെയും വെറുത്ത് വിട്ടതായ ദൈവത്തിന്റെ വേലക്കാർക്ക് നിഴലാണ്. இந்த உடன்படிக்கப்பட்டி கர்த்தர் சபைக்கு அடையாளம். ഈ നിയമപ്പെട്ടകം ദൈവത്തിന്റെ സഭയ്ക്ക് നിഴൽ. സഭയെ പറ്റിയുള്ള ഉത്തരവാദം കർത്തർ ഊഴിയക്കാർക്ക് മാത്രമേ. സഭയെ കുറിച്ചുള്ള ഉത്തരവാദിത്വം ദൈവത്തിന്റെ വേലക്കാർക്ക് മാത്രമാണുള്ളത്. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സഭയെ പരിശുദ്ധപ്പെടുത്ത വേണ്ടു എന്നതേ കർത്തർ ഊഴിയക്കാർക്ക് കൊടുത്ത ഉത്തരവാദം. ദൈവത്തിന്റെ സഭയെ പരിശുദ്ധപ്പെടുത്തേണ്ടെന്ന ചുമതല ദൈവത്തിന്റെ വേലക്കാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. സഭയുള്ള ജനങ്ങൾ എപ്പിടിപ്പെട്ടവർ? സഭയിലുള്ള ജനങ്ങൾ എങ്ങനെയുള്ളവരാണ്? മരത്താൽ ഉണ്ടാക്കപ്പെട്ട പൊന്നാൽ മൂടപ്പെട്ട അനുഭവം. മരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞ അനുഭവമാണ്. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് മഹത്വം. അരുമയാണ് ദേവന്റെ പിള്ളയെ, പ്രിയ ദൈവപൈതലേ, ഒരു മരം പൊന്നാൽ മൂടപ്പെട്ടതുപോലെ ഒരു മരം പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് പോലെ ദേവൻ ഉനക്ക് മഹാപരിശുദ്ധമായ വിശ്വാസത്തെ തന്നാർ. ദൈവം നിങ്ങൾക്ക് അതിവിശുദ്ധ വിശ്വാസം തന്നിരിക്കുന്നു. அந்த விசுவாசம் நமக்கு என்ன செய்தது? ആ വിശ്വാസം നിന്റെ ജീവിതത്തിൽ എന്തു നൽകി? நாம் பரிசுத்தாவின் அபிஷேகத்தால் நிரப்பப்பட்டோம். നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടു. ഗലാത്യർ 3:14 വാസിക്കും പോത് ഗലാത്യലേഖനം 3:14 വാക്യം വായിക്കുമ്പോൾ ആബ്രഹാമിന്റെ ആശീർവാദം ക്രിസ്തുയേശുവിൽ പുറജാതികൾക്ക് വരുമ്പടിയാകെ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികൾക്ക് ലഭിക്കേണ്ടതിന് ആവിയെ പറ്റി ചൊല്ലപ്പെട്ട വാക്തത്വം വിശ്വാസത്താൽ പെടുമ്പടിയാകെ ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ നിങ്ങൾ പരിശുദ്ധാവിയെ പറ്റ വേളയിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സമയത്ത് മരം പൊന്നാൽ മൂടപ്പെട്ടതുപോലെ ഖദിരമരം പൊന്നുകൊണ്ട് മൂടപ്പെട്ടതുപോലെ ദിവ്യ സ്വഭാവത്താൽ മൂടപ്പെട്ടീர்கள். ദിവ്യ സ്വഭാവത്താൽ നിങ്ങൾ പൊതിയപ്പെട്ടിരിക്കുകയാണ്. പെട്ടിയെ കണ്ടാൽ അങ്ങനെയുള്ള ആ നിയമപ്പെട്ടകത്തെ കാണുമ്പോൾ
വെറും പൊന്നു നിറം മാത്രം കാണാം. അതിന്റെ പൊന്നു നിറം മാത്രമേ കാണുവാൻ കഴിയൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെപ്പോഴും വിശ്വാസത്തിന്റെ വാർത്തകൾ വരെയാണ്. നമ്മുടെ ജീവിതത്തിലെപ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകൾ ഉണ്ടാകണം. നമ്മുടെ മാംസം പറ്റിയ ഭാരം ഉണ്ടാകൂടാണ്. നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ള ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ ജീവിതം എപ്പോഴും പൊന്നാൽ മൂടപ്പെട്ട പെട്ടുപോലെ ഇരിക്കണം. നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന പെട്ടകം പോലെ കാണപ്പെടണം. ഇപ്പോഴത്തെ എന്നെ സംഭവിച്ചത്, ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഉടമ്പടിക്കപ്പെട്ടിയ ചുമക്കുന്ന ലേവരെയും നിയമപ്പെട്ടവൻ ചുമക്കുന്ന ലേവരെയും അന്ത പെട്ടിയെയും കാണുമ്പോൾ, ആ പെട്ടകത്തെയും കാണുമ്പോൾ നിങ്ങൾ പുറപ്പെട്ടു പോകണമെന്ന് കട്ടളയിച്ചാർ. നിങ്ങൾ എഴുന്നേറ്റ് അവരുടെ പിന്നാലെ പുറപ്പെട്ടു പോകുവീരെന്ന് യഹോവ അരുളി ചെയ്തു. അതിൽ ചില തപ്പിടമായ എണ്ണവും ചിലർക്കുണ്ട്. അതിനെക്കുറിച്ച് ചില തെറ്റായ ധാരണകളും ചിലർക്കുണ്ട്. വിശ്വാസികളെല്ലാം 2000 മുഴം ദൂരെ നിർത്തണം. വിശ്വാസികളെ ഒക്കെ 2000 മുഴം അകലെ നിർത്തിക്കോണം. ഊഴിയക്കാർ മാത്രം ഇരിക്കണം. വേലക്കാര് മാത്രം പ്രത്യേകം ഇരുന്നോണം. അപ്പടി തപ്പാൻ എണ്ണം കൊള്ളക്കൂടാതെ. അങ്ങനെയൊന്നും തെറ്റായി നിങ്ങൾ ധരിക്കരുത്. 4 ലേവരിരുന്നാൽ പോലും പെട്ടി ചുമക്കാൻ. 4 ലേവ്യർ മതി പെട്ടകം ചുമക്കാൻ. ആയിരക്കണക്കിന് ലേവരിയ്ക്കാറ്. ആയിരക്കണക്കിന് ലേവ്യർ ഉണ്ടായിരുന്നു. അവരും കൂടെ 2000 മുഴം ദൂരം നിൽക്കണം. അവര് എന്തിന് 2000 മുഴം അകലെ നിൽക്കണം? അവരും കൂടെ 2000 മുഴം അകലെ നിൽക്കണം. അതിനാൽ വിശ്വാസികളെ മാത്രം ദൂരെ നിർത്തുന്ന കാര്യമല്ല. അതുകൊണ്ട് വിശ്വാസികളെ മാത്രം ദൂരത്ത് നിർത്തുന്ന വിഷയമല്ലത്. വിശ്വാസികൾ ഊഴിയക്കാരും ഒരുപോലെ ഉരുവാക്കപ്പെടണം. വിശ്വാസികളും വേലക്കാരും ഒരുപോലെ ഉരുവാക്കപ്പെടണം. വിശ്വാസികളും ഊഴിയക്കാരും ഒരുപോലെ എടുത്തുകൊള്ളപ്പെടണം. വിശ്വാസികളും വേലക്കാരും ഒരുപോലെ എടുത്തുകൊള്ളപ്പെടണം. പെന്തക്കോസ്തിന്റെ നാളിൽ 120 പേരും 12 പേരും ഒരുപോലെ അഭിഷേകം പറ്റാറ്. 120 പേരും 12 പേരും ഒരുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. കാഹളം ധ്വനിക്കുമ്പോൾ വിശ്വാസികളും ഊഴിയക്കാരും ഒരുപോലെ എടുത്തുകൊള്ളപ്പെടണം. വിശ്വാസികളും വേലക്കാരും ഒരുപോലെ എടുത്തുകൊള്ളപ്പെടണം. നിങ്ങൾ 2000 മുഴം ദൂരെ പോയി നിൽക്കാൻ വേണ്ട. അല്ലാതെ നിങ്ങൾ 2000 മുഴം ദൂരെ പോയി നിൽക്കേണ്ട കാര്യമില്ല. അത്രയ്ക്ക് സ്തോത്രം. ദൈവത്തിന് ഉണ്ടായിരിക്കണം. നാം എല്ലാവരും ഒന്നായിരിക്കണം. എന്നെ ചെയ്താർ. അതിനായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? നാം യൂതരാകലും ഗ്രേക്കരാകലും സ്വാധീനരാകലും അടിമകളാകലും, നാം യഹൂദനാകലും യവനനാകലും ദാസനാകലും സ്വതന്ത്രനാകലും, ആണായാലും പെണ്ണായാലും ക്രിസ്തുവേശു ഉണ്ടായിരിക്കുന്നീர்கள். ക്രിസ്തുവേശുവിൽ നാം ഒന്നായിരിക്കുന്നു. ഉണ്ടായിരിക്കണം. നാം എല്ലാവരും ഒന്നായിരിക്കുന്നു. പാതുകാക്കണം. നമ്മുടെ ഐക്യതയെ സൂക്ഷിച്ചുകൊള്ളണം. இந்த விஷயத்தை നിങ്ങൾ ഒരുപോലും അസതിയായി എണ്ണക്കൂടാ. ഈ വിഷയത്തെ നിങ്ങൾ ഒരിക്കലും നിസാരമായി കാണരുത്. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് മഹത്വം. എനിക്ക് സമയമില്ലാത്തത് മുന്നിക്ക് പോരെ. സമയമില്ലാത്തത് കൊണ്ട്, സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. അരുമയാണ് ദൈവജനമേ, പ്രിയ ദൈവജനമേ, അന്റെക്കെന്താ യോർദാന്റെ സമീപത്ത് ജനം വരുമ്പോൾ, ആ ജനം അന്ന് യോർദാന്റെ സമീപത്ത് വരുമ്പോൾ പെട്ടിയെ ചുമന്നുകൊണ്ട് ആ നദിയുടെ മധ്യത്തിൽ നിന്ന ലേവ്യർ നിയമപ്പെട്ടകൻ ചുമന്നുകൊണ്ട് ആ നദിയുടെ മധ്യഭാഗത്ത് നിൽക്കുന്നു. അപ്പൊ എന്നെ സംഭവിച്ചത്? അപ്പോഴെന്ത് സംഭവിച്ചു? യോർദാൻ നദി മേലെ ഓടത്തുടങ്ങിന. യോർദാൻ നദി മുകളിലേക്ക് ഓടുവാൻ തുടങ്ങി. കീഴുള്ള തണ്ണീരെല്ലാം വാർന്നു പോയിട്ട് താഴ്ഭാഗത്തുണ്ടായിരുന്ന വെള്ളമെല്ലാം ഒഴുകിപ്പോയി. നല്ല വഷ്ടാന്തരം കാണപ്പെട്ടത്. നല്ല ഒരു റോഡ് അതിവിടെ കാണപ്പെടുകയാണ്. ഉണങ്ങിയ നിലം കാണപ്പെടുന്നു. ദൈവത്തിന് ഇവരെല്ലാം വെട്ടാന്തര വഴിയായി മറുകരയ്ക്ക് പോരാറ്. ഇവരെല്ലാവരും ഉണങ്ങിയ നിലത്തൂടെ പ്രവേശിക്കുന്നു. അതുതാൻ 3-ാം അധ്യായം 17-ാം വർഷത്തിലെ വചനം. അതാണ് 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിച്ച വാക്യം. അന്ന് 17-ാം വർഷം വാസിപ്പോ ആ 17-ാം വാക്യം വായിക്കാം. യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുറച്ചു നിന്നു. ஜனங்களும் யோர்தானை கடந்து தீரும் அளவும் கர்த்தருடைய உடன்படிக்கை பெட்டுகிற சுமக்கிற ஆசாரியர்கள் யோர்தானின் நடுவிலே தண்ணீர் இல்லாத தரையில் காலூன்றி நிற்கும் போது இஸ்ரவேல் எல்லாரும் தண்ணீரற்ற உலர்ந்த தரை வழியாய் கடந்து போனார்கள். ദൈവത്തിന് മഹത്വം. அந்த 4 ലേവ്യർ, ആ 4 ലേവ്യർ പെട്ടിയെ ചുമന്നുകൊണ്ട് നിന്നതിനാൽ, ആ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാന്റെ നടുവിൽ നിന്നതിനാൽ ഇപ്പോൾ യോർദാന്റെ നടുവിൽ ഒരു വെട്ടാന്തര കാണപ്പെട്ടത്. ഇപ്പോൾ യോർദാന്റെ നടുവിൽ ഒരു ഉണങ്ങിയ നിലം കാണപ്പെടുന്നു. അന്തജനങ്ങളെല്ലാം മറുകര പ്രവേശിക്കും വരെയും അവർ അങ്ങനെ നിന്നാர்கள். ആ ജനമൊക്കെയും മറുകര പ്രവേശിക്കുവോളം ഇവർ ഈ യോർദാന്റെ നടുവിൽ നിൽക്കുന്നു. അരുമയാണ് ദൈവജനമേ, പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് കൊടുത്ത ഊഴിയക്കാരുടെ മേന്മയല്ല. നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വേലക്കാരുടെ ശ്രേഷ്ഠത എന്താണ്? ഉലക സുഖത്തെ വെറുത്ത് വിട്ടു വന്നാர்கள். അവർ ലോക സുഖത്തെ വെറുത്ത് വന്നവരാണ്. അവർ പെറ്റോരെ വിട്ടു വന്നാர்கள். അവർ മാതാപിതാക്കളെ വിട്ടു വന്നവരാണ്. വീടെ വിട്ടു വന്നാர்கள். അവരുടെ സ്വന്തം വീട് വിട്ടു വന്നവരാണ്. സ്വന്തം ജീവനെ വെറുത്ത് വന്നാர்கள். അവരുടെ സ്വന്തം ജീവനെ വെറുത്തവർ വന്നവരാണ്. മാനത്തെ വെറുത്ത് വന്നാர்கள். അവരുടെ ഭാവിയെ വിട്ട് വെറുത്ത് വന്നവരാണ്. അവർക്ക് இந்த ഉലകത്തിൽ ഒന്നുമില്ല. അവർക്ക് ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല. ലേവ്യർക്ക് ഇസ്രായേൽ ജനമധ്യേ പങ്കും സ്വതന്ത്രവും ഇല്ല. ലേവ്യർക്ക് ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ അവകാശവും ഓഹരിയുമില്ല. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് മഹത്വം.
കൊടുത്തു. அந்த லேவியர் தான் பெட்டியை சுமந்து கொண்டு நிற்கிறார்கள். ആ ലേവ്യരാണ് നിയമപ്പെട്ടകൻ ചുമന്നുകൊണ്ട് യോർദാന്റെ നടുവിൽ നിൽക്കുന്നത്. அவர் நின்றதிന്റെ பலனாக അവർ അവിടെ നിന്നതിന്റെ ഫലമായി யோர்தான் திரும்பி ஓடி போயிட்டு യോർദാൻ മടങ്ങി ഓടിപ്പോകുന്നു. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് മഹത്വം. வெட்டாந்தரம் காணப்பட்டது. അവിടെ ഒരു ഉണങ്ങിയ നിലം കാണപ്പെടുന്നു. ஜனங்களெல்லாம் வரிசையாக கடந்து போனார்கள். ജനമൊക്കെയും യോർദാന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടെ അക്കരെ പ്രവേശിക്കുന്നു. அங்கே கடந்து போகும் போது അവർ അക്കരെ പ്രവേശിക്കുമ്പോൾ யோசுவா அவருக்கு ஒரு பிரமாணத்தை கொடுத்தார். യോശുവ അവർക്കൊരു പ്രമാണം നൽകുന്നു. 12 கோத்திரத்தில் 12 பேரை தெரிந்தெடுத்தார். 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുന്നു. நம்முடைய இயேசுவும் கூட നമ്മുടെ യേശുവും இந்த உலகத்துக்கு வந்து ഈ ലോകത്തിൽ വന്ന് முதலாவது 12 அப்போஸ்தலரை தெரிந்தெடுத்தார். ആദ്യമായി 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. அந்த 12 பேர் யூதராயிருந்தார்கள். ആ 12 പേരും യഹൂദന്മാരായിരുന്നു. இப்படிதான் புறஜாதிகளுக்கு இந்த இடம் கிடைத்தது. ഇപ്പോഴാണ് പുറജാതികൾക്ക് ഈ അവസര ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് സ്തോത്രം. அன்றைக்கு இயேசு என்ன செய்தார்? അന്ന് യേശു എന്ത് ചെയ്തു? 12 பேரை பிரித்தெடுத்தார். 12 പേരെ തിരഞ്ഞെടുത്തു. மார்க்கு சுவிசேஷத்தை வாசிக்கும் போது മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ நம்மோடு கூட இருக்கவும் തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും பிரசங்கப்படுவதற்கு அனுப்பவும் പ്രസംഗിപ്പാൻ അയക്കേണ്ടതിനും பிசாசை துரத்த அதிகாரம் உண்டாவதும் 12 பேரை பிரித்தெடுத்தார். ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരമുണ്ടാകേണ്ടതിനും 12 പേരെ വേർതിരിച്ചു. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് സ്തോത്രം. அவர்கள்தான் பெட்டியை சுமந்து கொண்டு அந்த யோர்தானில் நிற்கிறார்கள். അവർ പെട്ടകത്തെ ചുമന്നുകൊണ്ട് യോർദാന്റെ നടുവിൽ നിൽക്കുകയാണ്. சகல ஜனங்களும் கடந்து தீரும் வரை அவர் நிற்கிறார்கள். സകല ജനവും അക്കരെ പ്രവേശിക്കുവോളം അവർ അവിടെ നിൽക്കുന്നു. ஊழியக்கார வேலை அதுதான். വേലക്കാരെ, ദൈവത്തിന്റെ വേലക്കാരുടെ ശുശ്രൂഷ അതാണ്. சபை போராட்டத்தை ஜெயிக்கணுமானால் സഭ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന പോരാട്ടങ്ങളെ ജയിക്കണമെങ്കിൽ ஊழியக்கார் தேவசமூகத்தில் நிற்கணும். ദൈവത്തിന്റെ വേലക്കാർ ദൈവസന്നിധിയിൽ നിൽക്കണം. உங்களுடைய விசுவாச வீட்டிலே பிரமாணம் நீங்கள் கண்டிருக்கிறீர்களா? ഞങ്ങളുടെ വിശ്വാസ വീട്ടിന്റെ പ്രമാണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 4 மணிக்கு ஸ்தோத்திர ஜெபம், ആ 4 മണിക്ക് സ്തോത്ര പ്രാർത്ഥന, காலமே பொது ஜெபம், രാവിലെ പൊതു പ്രാർത്ഥന, மறுபடியும் வேதபாடம், അതിനുശേഷം ബൈബിൾ ക്ലാസ്, மறுபடியும் உபவாச ஜெபம், അതിനുശേഷം ഉപവാസ പ്രാർത്ഥന, அதில் சேர்ந்த சிலர் விசிட்டிங் வேலை, അതിനോടൊപ്പം ചിലർ ഭവന സന്ദർശനത്തിനായി പോകുന്നു. மற்ற சிலர் எழுத்துக்குரிய வேலைகள் മറ്റുള്ളവർ അക്ഷരീകമായ പ്രവൃത്തികൾ ചെയ്യുന്നു. செய்த பிற்பாடு ഇതെല്ലാം ചെയ്തതിനു ശേഷം மறுபடியும் சாயந்தரம் ഒരുമിച്ച് ജപം, വൈകിട്ട് വീണ്ടും ഒരുമിച്ച് കൂടി പ്രാർത്ഥന, மறுபடியும் ஒரு ஸ்தோத்திர ஜெபம், വീണ്ടും ഒരു സ്തോത്ര പ്രാർത്ഥന, மறுபடியும் 11 മുതൽ 4 വരെയും ജപചക്കലി, വീണ്ടും 11 മുതൽ 4 മണി വരെയും പ്രാർത്ഥന ചങ്ങല. கர்த்தருக்கு ஸ்தோத்திரம். കർത്താവിന് സ്തോത്രം. எதுக்காக உண்டாக்கப்பட்டது? ഇതൊക്കെ എന്തിനായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു? இது ஒரு கடமை மாத்திரமா? ഇതൊരു കടമ മാത്രമാണോ? கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് സ്തോത്രം. இந்த பிரமாணம் இல்லாவிட்டால், ഈ പ്രമാണമില്ല എങ്കിൽ, இரவும் பகலும் ஜெபிக்கிற பரிசுத்தவான்கள் இல்லாவிட்டால், രാവും പകലും പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരില്ല എങ്കിൽ இந்த ஊழியம் எப்படி நிலைநிறுத்த முடியும்? ഈ വേല എങ്ങനെ നിലനിർത്തുവാൻ കഴിയും? கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് സ്തോത്രം. രാത്രി 11 മുതൽ 4 വരെ ജപചങ്ങല നടത്തിയാൽ, രാത്രി 11 മണി മുതൽ രാവിലെ 4 മണി വരെ പ്രാർത്ഥന ചങ്ങല നടത്തിയാൽ നമുക്ക് പിശാചെ ജയിக்க முடியும். നമുക്ക് പിശാചിനെ ജയിപ്പാൻ കഴിയും. പിശാചിന്റെ ക്രിയകൾ അന്ധകാര ക്രിയകൾ. പിശാചിന്റെ പ്രവർത്തികൾ ഇരുട്ടിന്റെ പ്രവർത്തികളാണ്. രാത്രിയിൽ പടുത്ത് തൂങ്ങാതിങ്ക, രാത്രിയിൽ കിടന്നുറങ്ങാതിരിപ്പീൻ. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മനവേദനയോട് ചൊല്ലുന്നേ, ഞാൻ മനോദുഃഖത്തോടുകൂടെ പറയുകയാണ്, അനേകർ ഉറക്കക്കാരായി മാറ്റപ്പെട്ടീர்கள். ഇന്ന് പലരും ഉറക്കക്കാരായി മാറ്റപ്പെട്ടിരിക്കുന്നു. എന്റെ ഉള്ളത്തിൽ ദുഃഖത്തെ ഞാൻ അറിയിக்கிறேன். എന്റെ ഹൃദയത്തിലെ ദുഃഖത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇരവും പകലും ജപിക്കുന്ന മനുഷ്യരായിരിക്കണം. നിങ്ങൾ രാത്രിയും പകലും പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിരിക്കും. അപ്പോൾ ദേവനുകളെ ആസ്വദിപ്പാർ. അപ്പോൾ മാത്രമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയുള്ളൂ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. அந்த லேவர் என்ன செய்தார்கள்? ആ ദൈവം എന്ത് ചെയ്തു? அந்த பெட்டியை சுமந்து தண்ணீரில் மத்தி நின்றார். ആ ലേവ്യർ നിയമപ്പെട്ടകൻ ചുമന്നുകൊണ്ട് ആ നദിയുടെ നടുവിൽ അവർ നിൽക്കുന്നു. സംഗീതക്കാരൻ കേൾக்கிறார். സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, യോർദാനേ നീ ഓടുന്നത് என்ன? യോർദാനേ നീ ഓടുന്നതെന്ത്? പ്രതിഷ്ഠയുള്ള പരിശുദ്ധങ്ങളെ കണ്ടപ്പോൾ യോർദാൻ ഓടിപ്പോയിട്ട്, പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു വിശുദ്ധനെ കണ്ടപ്പോൾ യോർദാൻ ഇതാ ഓടിപ്പോകുന്നു. ദേവസംബന്ധിക്കുന്ന പരിശുദ്ധങ്ങൾ നിമിത്തം, ദൈവസന്നിധിയിൽ നിൽക്കുന്ന വിശുദ്ധന്മാർ നിമിത്തം എല്ലാ പോരാട്ടങ്ങളും ഓടിപ്പോയി വിടും. എല്ലാ പോരാട്ടങ്ങളും ഓടിപ്പോവുകയാണ്. அப்படிதான் ജനങ്ങളെല്ലാം കടന്നു പോനാറും. ജനങ്ങളെല്ലാം ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി. അപ്പോൾ യോശുവ എന്ത് ചെയ്തു? 12 പേരെ തെരഞ്ഞെടുത്താർ. 12 പേരെ തെരഞ്ഞെടുത്തു. 12 പേരും அந்த യോർദാനിൽ ഇറങ്ങി, ആ യോർദാനിൽ ഇറങ്ങി, യോർദാനിൽ കുഴി കുഴിച്ച് 12 കല്ല് നാട്ടണം. യോർദാന്റെ നടുവിൽ കുഴി കുഴിച്ച് 12 കല്ലുകൾ നാട്ടിവെക്കണം. ദൈവത്തിന് സ്തോത്രം. നാം 4:9 വാസിക്കുമ്പോൾ, നാം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇന്ത്യ വരെ അന്ത കല്ല് അങ്ങനെ നിൽക്കുന്നത്, ഈ കല്ല് ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് വായിക്കുന്നു. ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം. 12 കല്ല് യോർദാനിൽ നാട്ടപ്പെട്ടതിന്റെ പിറകെ 12 കല്ലുകൾ യോർദാന്റെ നടുവിൽ നാട്ടിയതിനു ശേഷം 12 കല്ലെടുത്ത് തോളിൽ വെക്കണം. 12 കല്ലുകൾ എടുത്ത് തോളിൽ വയ്ക്കണം. അത് കരയിൽ കൊണ്ടുവരണം. അത് കരയിൽ കൊണ്ടുവരണം. കൊണ്ടുവന്ന പിற்பாடு കൊണ്ടുവന്നതിന് ശേഷം அந்த കല്ല് നാട്ടി വെക്കണം. ആ കല്ല് നാട്ടി വയ്ക്കണം. அந்த இடத்துக்கு ഗിൽഗാൽ എന്ന് പേര്. ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേര്. எப்படி പേര് വന്നത്? എങ്ങനെയാ പേര് വന്നു? അവർ ഈജിപ്ത് ദേശത്തെ വിട്ടുവരുമ്പോൾ അവർ മിസ്രൈം ദേശത്തെ വിട്ടുവരുമ്പോൾ എല്ലാരും വിരുദ്ധസേന എടുത്തവരായിരുന്നായിരുന്നു. എല്ലാവരും പരിച്ഛേദന ഏറ്റവരായിരുന്നു. 40 വർഷത്തെ പ്രയാണത്തിൽ അവരുടെ 40 വർഷത്തെ യാത്രാമധ്യത്തിൽ അന്തയ്ക്ക് പിറന്നവർക്ക് ആർക്കും വിരുദ്ധസേനം കൊടുക്കവില്ല. ആ കാലയളവിൽ ജനിച്ചവർക്കാർക്കും പരിച്ഛേദന നൽകിയിരുന്നില്ല. യോശുവ എന്നെ ചെയ്താർ. അപ്പോൾ യോശുവ എന്ത് ചെയ്യുന്നു? അന്ത ജനത്തെ പരിച്ഛേദന ചെയ്താർ. ആ ജനത്തെ പരിച്ഛേദന കഴിപ്പിക്കുവാനിടയായി. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അന്ത ഇടത്തെ ഗിൽഗാൽ എന്ന് പേര്. ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേർ. ഗിൽഗാൽ എന്ന പേരിന്റെ അർത്ഥമല്ല. ഗിൽഗാൽ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? നിന്ദകൾ മാറ്റപ്പെട്ട ഇടം, നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലം. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അരുമയാണ് ദൈവജനമേ, പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ വിരുദ്ധസേന അനുഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ പരിച്ഛേദനയുടെ അനുഭവം ഉണ്ടായിരിക്കും. വിരുദ്ധസേനം ചൊല്ലാനല്ല. പരിച്ഛേദന എന്ന് പറഞ്ഞാൽ എന്താണ്? റോമർ 2-ാം അധ്യായത്തിൽ 28 റോമാലേഖനം 2-ാം അധ്യായം 28-ാം വാക്യത്തില് പുറമേ യൂതനായവൻ യൂതനല്ല, പുറമേ യഹൂദനായവന് യഹൂദനല്ല, ഹൃദയത്തിൽ യൂതനായവനെ യൂതൻ, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആവിനാൽ ഉണ്ടാകും വിരുദ്ധസേനം ആത്മാവിനാൽ ഉളവാകുന്ന പരിച്ഛേദനയാണ് യഥാർത്ഥ പരിച്ഛേദന. പരിശുദ്ധാവിനാൽ നിറപ്പപ്പെടുമ്പോൾ നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ വിശേഷമല്ല. നമുക്കുള്ള വിശേഷത എന്താണ്? നമ്മുടെ കെട്ടേണ്ടങ്ങളെല്ലാം മാറിപ്പോയിവിടും. നമ്മുടെ കെട്ടേണ്ടങ്ങൾ, നമ്മുടെ തെറ്റായ ചിന്തകൾ, അശുദ്ധമായ ചിന്തകളൊക്കെയും മാറിപ്പോകുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വലിയവൻ ഉയർന്നുള്ള സ്ഥാനമെല്ലാം മാറിപ്പോയിവിടും. വലിയവൻ ചെറിയവൻ എന്നുള്ള ആ ചിന്തകളൊക്കെയും സ്ഥാനങ്ങളൊക്കെയും മാറ്റപ്പെടുന്നു. അതുതാൻ അന്ത വിരുദ്ധസേനത്തെ നാം അടയണം. അതാണ് ആ പരിച്ഛേദനയുടെ അടയാളം എന്ന് പറയുന്നത്. 28-29 വചനം വാസിപ്പോ. 28-29 വാക്യങ്ങൾ വായിക്കാം. ஆதலால் புறம்பாக யூதனானவன் யூதனல்ல, புறம்பாக மாம்சத்தில் செயல்படும் விருத்தசேதனமும் விருத்தசேதனம் அல்ல. உள்ளத்தில் யூதனானவனே யூதன், எழுத்தின்படி உண்டாகாமல் ஆவியின்படி இருதயத்தில் உண்டாகும் விருத்தசேதனமே விருத்தசேதனம். இப்படிப்பட்டவனுக்குரிய புகழ்ச்சி மனுஷராலே அல்ல, தேவனாலே உண்டாயிருக்கிறது. നമുക്കൊരു മേന്മ പാരാട്ടുതലുണ്ട്. നമുക്കൊരു പ്രശംസയുണ്ട്. അത് ദേവനാലുള്ള മേന്മ പാരാട്ടുതൽ. അത് ദൈവത്താലുള്ള പുകഴ്ചയാണ്. അതെന്താണ്? ഞങ്ങൾ ഒരു മാംസ്യ മനുഷ്യരല്ല, ഞങ്ങൾ കേവലം ജഡീക മനുഷ്യരല്ല, ഞങ്ങൾ ആവിക്കുரிய മനുഷ്യർ, ഞങ്ങൾ ആത്മീയരായ മനുഷ്യർ. ഇപ്പിടിപ്പെട്ട മനുഷ്യരെ ഉരുവാക്കിയെടുക്കണം. ഇങ്ങനെയുള്ള മനുഷ്യരെ ഉരുവാക്കിയെടുക്കണം. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. യോശുവ എന്നെ ചെയ്താർ. യോശുവ എന്ത് ചെയ്തു? 12 കല്ല് തോളിൽ വെച്ചുകൊണ്ടുവരണം சொன்னார். ആ 12 കല്ലുകൾ തോളിൽ വെച്ചുകൊണ്ട് വരുവാൻ പറയുന്നു. ഇപ്പോൾ യോർദാനിലെ ജനങ്ങളെല്ലാം മറുകര പോകുമ്പോൾ, ഇപ്പോൾ യോർദാനിലൂടെ ജനങ്ങൾ മറുകര പ്രവേശിക്കുമ്പോൾ 12 പേർക്ക് വലിയ ഉദ്യോഗം, 12 പേർക്ക് ഒരു വലിയ ഉദ്യോഗം നൽകിയിരിക്കും. 12 പേര് എന്ത് ചെയ്യുവാർ? ആ 12 പേർ എന്ത് ചെയ്യുന്നു? ഓരോ കല്ലെടുത്ത് തോളിൽ വെച്ചിരിക്കാർ. ഓരോ കല്ലെടുത്ത് തോളിൽ വെച്ചിരിക്കുന്നു. അവർ കരയിലേക്ക് കൊണ്ടുവന്ന് അത് കരയിൽ കൊണ്ടുവന്ന് അത് നാട്ടി നിർത്തിനാർ. അത് നാട്ടി നിർത്തുന്നു. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വിഷയം മോശയുടെ കാലത്ത് ചൊല്ലിവിട്ടു പോയത്. ഈ വിഷയം മോശയുടെ കാലത്ത് പറഞ്ഞിട്ട് പോയതാണ്. അതാണ് നാം ഉപാഗമം 27 വാസിച്ചോ. അതാണ് ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൽ വായിച്ചത്. നമ്മുടെ പിതാക്കന്മാർ വെച്ച അസ്ഥിഭാരത്തെ മാറ്റക്കൂടാൻ, നമ്മുടെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തെ ഒരിക്കലും നാം മാറ്റിക്കളയരുത്. പിതാക്കന്മാർ വെച്ച് എല്ലാം നീക്കക്കൂടാതെ, പിതാക്കന്മാർ വെച്ചിരിക്കുന്ന അതിരെ നീക്കരുത്. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഊഴിയം പാസ്റ്റർ പോളിന്റെ കാലത്ത് ആരംഭിച്ചത്. ഈ വേല പാസ്റ്റർ പോളിന്റെ കാലത്ത് ആരംഭിച്ചതാണ്. അവരുടെ കാലത്തുണ്ടായ നല്ല പ്രമാണങ്ങൾ ഇരിക്കുന്നത്. അത് ആ കാലത്ത് നല്ല പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാം വെറുത്തുവിട്ട് വന്നോ. അതുകൊണ്ടാണ് ഞങ്ങളും എല്ലാം വെറുത്തിട്ട് വന്നത്. എല്ലാം വെറുത്തുവിട്ട പരിശുദ്ധവാങ്ങൾ ആവശ്യം. എല്ലാം വെറുത്തതായി വിശുദ്ധന്മാർ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ചിലരെ ഊഴിയത്തേക്കായി എടുക്കപ്പോറോ. ഇന്നും ചിലരെ കർത്താവിന്റെ വേലയ്ക്കായി എടുക്കുവാൻ പോവുകയാണ്. കൺവെൻഷൻ മുടിഞ്ഞ പിற்பாട്, ഈ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 100 പേര് കർത്തർ വിളിച്ച് വന്നാൽ നല്ലതായിരിക്കും. 100 പേർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നാൽ നന്നായിരിക്കും. ആളാൾ കിടച്ചത് 2 പേര് താൻ. എന്നാൽ ലഭിച്ചത് 2 പേർ മാത്രമാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എല്ലാം ദുഃഖത്തോടെ ഞങ്ങൾ ചൊല്ലോ. ഇതെല്ലാം ഞങ്ങൾ ദുഃഖത്തോടുകൂടെ പറയട്ടെ. ദൈവജനമേ, പ്രിയ ദൈവത്തിന്റെ ജനമേ, ഉലകസുഖം വേണ്ട എന്ന് ചൊല്ലി ഇറങ്ങി വാരുങ്ക. നിങ്ങൾക്ക് ലോകസുഖം വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി വരിക. കർത്തർ മുഖത്തെ നോക്കി
ഇറങ്ങി വാരുങ്കൾ. കർത്താവിന്റെ മുഖത്തെ നോക്കി ഇറങ്ങി വരിക. ദേവസിത്തം ജീവിതർക്കായി വാരുങ്കൾ. ദൈവേഷ്ടം ചെയ്യുവാനായി ഇറങ്ങി വരിക. அப்படிப்பட்ட பரிசுத்தவான் இருந்ததினால் അങ്ങനെയുള്ളതായ വിശുദ്ധന്മാർ ഉണ്ടായിരുന്നത് കൊണ്ട് இந்த ஊழியம் இவ்வளவு பெருகும்படி கர்த்தர் செய்தார். ഈ വേല ഇത്രത്തോളം വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിച്ചു. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് நாம் கர்த்தரை வருகிறதோடு நெருங்கி இருக்கிறோம். നാം കർത്താവിന്റെ വരവിനോട് ഏറ്റവും സമീപമായിരിക്കുന്നു. நாம் என்ன செய்ய வேண்டும்? നാം എന്ത് ചെയ്യണം? இப்படி இவர் என்ன செய்தார்கள்? ഇപ്പോൾ ഇവർ എന്ത് ചെയ്തിരിക്കുന്നു? തോളിൽ ഓരോ കല്ലെടുത്ത് വെച്ച് 12 പേരും കരയിൽ കയറാം. ഓരോ കല്ല് തോളിൽ എടുത്തു വെച്ചിട്ട് 12 പേരും കരയിൽ പ്രവേശിക്കും. அந்த കല്ല് നാട്ടി നിർത്തുന്നത്. ആ കല്ല് കരയിൽ അവർ നാട്ടി നിർത്തും. മറുപടി என்ன செய்தார்? വീണ്ടും അവർ എന്ത് ചെയ്യുന്നു? அதை சாந்து பூசி வெள்ளையாக்கிறார். അതിൽ കുമ്മായം അടിച്ച് അതിനെ വെളുപ്പിക്കുന്നു. ഇപ്പോൾ அந்த കല്ലുക്ക് വായിരുന്ന என்ன சொல்லும்? ഇപ്പോൾ ആ കല്ലിന് സംസാരിപ്പാൻ കഴിവുണ്ടെങ്കിൽ അത് എന്ത് പറയും? ഞാൻ നീതിനാളിൽ യോർദാന്റെ കീഴിൽ കിടന്ന് ഞാൻ ദീർഘനാളുകൾ യോർദാന്റെ അടിയിലായിരുന്നു. ദേവൻ പരിശുദ്ധനെ അനുപ്പി തന്നാർ. ദൈവം തന്നെ വിശുദ്ധന്മാരെ അയച്ചു. എന്നെ യോർദാന്റെ കീഴിൽ എടുത്ത് തോളിൽ വെച്ചാர்கள். എന്നെ യോർദാന്റെ നടുവിൽ നിന്ന് എടുത്ത് തോളിൽ വെച്ചു. എന്നെ തൂക്കി ചുമந்தார்கள். എന്നെ ചുമന്നു കൊണ്ടുവന്നു. എന്നെ കൊണ്ട് നാട്ടി നിർത്തിനാർ. എന്നെ കൊണ്ടുവന്ന് നാട്ടി നിർത്തി. ദേവന്റെ പിള്ളേ, പ്രിയ ദൈവത്തിന്റെ ജനമേ, നീ ഒരു കാലത്ത് അപ്പടിപ്പെട്ട സ്ഥാനത്തിരുന്നില്ല. നിങ്ങൾ ഒരു കാലത്ത് അപ്രകാരം ഒരു നിലവാരത്തിലായിരുന്നുവല്ലോ. സംഗീതക്കാരൻ சொன்னார். സങ്കീർത്തനക്കാരൻ എന്ത് പറയുന്നു? ഉളയാൻ ചേട്ടനും ഭയങ്കരമായ മീട്ടുകൊണ്ടാർ. ഞാൻ ആഴക്കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു, അവിടെ നിന്ന് എന്നെ വീണ്ടെടുത്തു. ദൈവത്തിന് സ്തോത്രം. അനുപ്പി തന്നാർ. വിശുദ്ധന്മാരെ അയച്ചു തന്നു. കല്ല് തോളിലെടുത്ത് വെച്ചാർ. ആ കല്ല് തോളിലെടുത്തു വെച്ചു. തൂക്കി ചുമന്ന് കരയിൽ കൊണ്ടുവന്നത്. അതിനെ ചുമന്നെടുത്തുകൊണ്ട് കരയിൽ കൊണ്ടുവന്നു. പോരാട്ടവേളയിലെല്ലാം ദേവൻ നമ്മോടിരുന്നാർ. ആ പോരാട്ട നാളുകളിലൊക്കെയും ദൈവം നമ്മോടുകൂടെയിരുന്നു. നമ്മെ തൂക്കി ചുമക്ക് പരിശുദ്ധവാനെ തന്നാർ. നമ്മെ തോളിൽ ചുമന്നുകൊണ്ട് വരുവാൻ വിശുദ്ധന്മാരെ നൽകി. അപ്പോസ്തല ഉപദേശത്തെ തന്നാർ. അപ്പോസ്തോലിക പ്രതിഷ്ഠയുള്ള വേലക്കാരെ നൽകി. അവരുടെ ചെയ്താர்கள். ദൈവത്തിന് സ്തോത്രം. അവർ എന്ത് ചെയ്തു? അന്ത കല്ല് ഗിൽഗാലിൽ നാട്ടി നിർത്തിനാർ. ആ കല്ല് ഗിൽഗാലിൽ കൊണ്ടുവന്ന് നാട്ടി നിർത്തി. ദൈവത്തിന് സ്തോത്രം. 2 വിധ കല്ലുകൾ ഇരിക്കുകയാണ്. 2 വിധമായ കല്ലുകളുണ്ട്. ഒന്ന് യോർദാന് നടുവിൽ നാട്ടപ്പെട്ട കല്ലുകൾ. ഒന്ന് യോർദാന്റെ നടുവിൽ നാട്ടി നിർത്തിയിരിക്കുന്ന കല്ല്. അത് മനുഷ്യർക്ക് കാണാൻ മുടിയാതെ. അത് മനുഷ്യർക്ക് കാണുവാൻ കഴിയില്ല. അത്രക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആദ്യ അപ്പോസ്തലരെല്ലാം ആദ്യ അപ്പോസ്തലന്മാരെല്ലാം സത്യത്തെ ഉപദേശിച്ച് സത്യത്തെ ഉപദേശിച്ച് ശരീരത്തെ വിട്ട് നിത്യമഹിമയിൽ പ്രവേശിച്ചാர்கள். ശരീരത്തെ വിട്ട് അവർ നിത്യമഹത്വത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. യോർദാൻ നടുവിൽ 12 കല്ലുകൾ നാട്ടപ്പെട്ടിരിക്കുന്നത്. യോർദാന്റെ നടുവിൽ 12 കല്ലുകളിൽ നാട്ടപ്പെട്ടിരിക്കുന്നു. നമ്മെ പാർക്കൽ മുന്നമേ പരിശുദ്ധവാന്കൾ കർത്തത്തിൽ പോയി ചേർന്നാர்கள். നമ്മെക്കാൾ മുൻപേ വിശുദ്ധന്മാർ കർത്താവിന്റെ അടുക്കൽ പോയി ചേർന്നിരിക്കുന്നു. അത്രക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കരയിൽ 12 കല്ല് നിൽക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ കരയിൽ 12 കല്ലുകൾ നിൽക്കുന്നു. അന്ത കല്ല് എപ്പടി ഇരിക്കുന്നത്? ആ കല്ല് എങ്ങനെ ഇരിക്കുന്നു? ചാന്ത് പൂശപ്പെട്ട് വെള്ളയായിരിക്കുന്നത്. കുമ്മായം പൂശപ്പെട്ട് വെള്ളയായിരിക്കുന്നു. അന്ത കല്ലെ പറ്റി എന്നെ വാസിത്തോ? ആ കല്ലിനെ കുറിച്ച് നാം എന്ത് വായിച്ചു? ന്യായപ്രമാണ വാർത്തകളെ എല്ലാവരും എഴുതണം. ന്യായപ്രമാണത്തിന്റെ വചനങ്ങളൊക്കെയും അവയിൽ എഴുതണം. അതിൽ 5 വർഷം എഴുതുന്നല്ല, അതിൽ 5 വാക്യങ്ങൾ എഴുതണമെന്നല്ല. ന്യായപ്രമാണം എല്ലാവരും എഴുതണം. ന്യായപ്രമാണങ്ങൾ എല്ലാം അവയിൽ എഴുതണം. അന്ത കല്ലിന്റെ സാക്ഷിയല്ല. ആ കല്ലിന്റെ സാക്ഷ്യം എന്താണ്? നീതിനാളുകൾ യോർദാന്റെ കീഴിൽ കിടന്ന് ഞാൻ ദീർഘനാളുകൾ യോർദാന്റെ അടിയിൽ കിടന്നു. സൂര്യപ്രകാശത്തെ കണ്ടതില്ലേ? ഞാൻ സൂര്യന്റെ വെളിച്ചം കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴോ പരിശുദ്ധവാന്കളെ ദേവൻ അനുപ്പി തന്ന. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ദൈവം അയച്ചു തന്നു. തൂക്കി ചുമந்தார்கள். അവർ ഞങ്ങളെ തൂക്കിയെടുത്ത് തോളിൽ ചുമന്നു. അവളെ നാട്ടി നിർത്തിനാர்கள். അവർ ഞങ്ങളെ നാട്ടി നിർത്തി. അതിന്റെ അർത്ഥം എന്താ? അർത്ഥം എന്താണ്? അപ്പോസ്തല നടപടി വാസിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോൾ വിശ്വാസത്തിൽ നിലത്തിരിക്കണമെന്നും വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങൾ വഴിയാകെ അനേക കഷ്ടങ്ങളിലൂടെ രാജ്യത്തിൽ പ്രവേശിക്കണം പഠിപ്പിക്കാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും അവരെ പഠിപ്പിച്ചു. 22 അവസരം. അപ്പോസ്തല പ്രവൃത്തി 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുമെന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോകുന്നു. കർത്താവിന് സ്തോത്രം. ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചത്. ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇതാണ് നാം വിളങ്ങിക്കൊള്ളേണ്ട സത്യം. ഇതാണ് നാമും മനസ്സിലാക്കേണ്ട സത്യം. അന്ത കല്ലുകൾ നാട്ടി നിർത്തപ്പെട്ടത്. ആ കല്ലുകൾ നാട്ടി നിർത്തപ്പെട്ടു. അതിന്മേൽ ചാന്ത് പൂശിട്ട് അതിന്മേൽ കുമ്മായം പൂശി. ന്യായപ്രമാണം എല്ലാം അതിന്മേൽ എഴുതപ്പെട്ടത്. ന്യായപ്രമാണം മുഴുവൻ അതിന്മേൽ എഴുതി. അതിനാണ് ദേവന്റെ പിള്ളേ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ആ കല്ല് നീയല്ലവാ. ആ കല്ല് നീയല്ലേ? ആ കല്ല് ഞാനല്ലവാ. ആ കല്ല് ഞാനല്ലേ? കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നീ എഴുതപ്പെട്ട കല്ല് പോലെ ഇരിക്കണം. ഞാനും നിങ്ങളും എഴുതപ്പെട്ട കല്ലുകൾ പോലെ കാണപ്പെടണം. ഇതാണ് 2 കൊരിന്ത്യർ 3-ാം അധ്യായം 3-ാം വചനത്തിൽ വാസിത്തോ. ഇതാണ് 2 കൊരിന്ത്യർ
മൂന്നാം അധ്യായം 3-ാം വാക്യത്തിൽ വായിച്ചത് പൗലോസ് என்ன சொல்றார்? വിശുദ്ധ പൗലോസ് എന്ന് പറയുന്നു, எங்களை ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാ മനുഷ്യരും അറിഞ്ഞു വാസിക്കുന്ന ക്രിസ്തുവിൻ നിരുപം നീങ്ങളെ. സകല മനുഷ്യരും വായിക്കുന്ന ക്രിസ്തുവിന്റെ പത്രങ്ങൾ നിങ്ങളല്ലേ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഉന്നെ കാണുന്നവർ യേശുവെ കാണട്ടെ, നിങ്ങളെ കാണുന്നവർ യേശുവിനെ കാണട്ടെ, ഉന്നെ കേൾക്കുന്നവർ യേശുവെ കേൾക്കട്ടെ, നിങ്ങളെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കട്ടെ. இந்த കല്ലിന്റെ സാക്ഷി എന്നാ? നിങ്ങളുടെ ഈ കല്ലിന്റെ സാക്ഷ്യം എന്താണ്? യോർദാനിൻ കീഴിൽ കിടന്ന് ഞാൻ യോർദാന്റെ അടിയിൽ കിടന്നു, പരിശുദ്ധനെ തൂക്കിച്ചു വന്നാர்கள், വിശുദ്ധന്മാർ എന്നെ തൂക്കിയെടുത്തു. ഇപ്പോൾ താന്ത് പൂശി നിറം മാറ്റുന്നത്, ഇപ്പോൾ കുമ്മായം പൂശി നിറം മാറ്റിയെടുത്തിരിക്കുന്നു. അത് മാത്രവുമല്ല, എല്ലാം എന്റെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നത്, ന്യായപ്രമാണം മുഴുവൻ എന്റെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു. അന്ത കല്ലിനെ നോക്കി എല്ലാവർക്കും വാസിക്കലാം, ആ കല്ലിനെ നോക്കി എല്ലാവർക്കും വായിക്കാൻ കഴിയും. പ്രിയ ദൈവ പൈതലേ, പോകുമ്പോൾ ഉന്നെ കണ്ട് വാസിക്കട്ടും, നീ പോകുമ്പോൾ നിന്നെ കണ്ട് മറ്റുള്ളവർ വായിക്കട്ടെ. മറ്റവർക്കൊരു മുൻമാതൃകയായി ഇരു, നീ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുക. നീ മറ്റവരുടെ കുറ്റത്തെ ചൊല്ലാതെ, നീ മറ്റുള്ളവരുടെ കുറ്റത്തെ പറയാതിരിക്കുക. മറ്റവർക്കായി എല്ലാ പാടുകളും സഹിച്ചോൾ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാവിധ കഷ്ടങ്ങളും സഹിപ്പീൻ. മറ്റവർ തീർമ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് തിന്മ ചെയ്യുമ്പോൾ ഞാനത് സഹിക്കണം, ഞാനത് സഹിക്കണം. അതുதான் കർത്താവ് നീ കൊടുത്ത പ്രമാണം, അതാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന പ്രമാണം. ഞാനതെല്ലാം നാട്ടുകാർക്കെല്ലാം പോയി ചൊന്നാൽ, ഞാനതെല്ലാം നാട്ടുകാരോട് പോയി പറഞ്ഞാൽ ഞാനും കെട്ടുപോകും അവരും കെട്ടുപോകും, ഞാനും നശിച്ചു പോകും അവരും നശിക്കും. അവരുടെ കുറ്റത്തെ ഞാനെല്ലാം സഹിക്കണം, അവരുടെ കുറ്റത്തെ ഞാനെല്ലാം ചുമക്കണം, സഹിക്കണം. അതിനെയാണ് ദേവന്റെ പിള്ളി. പ്രിയ ദൈവമൈതലേ, നീയും അപ്പടി ചെയ്യണം, നീയും അപ്രകാരം ചെയ്യണം. മറ്റവർക്കൊരു കുറവാട് ഇരുന്നാൽ, മറ്റുള്ളവർക്കൊരു കുറവുണ്ടെങ്കിൽ അത് നീ എല്ലാവർക്കും പോയി ചൊല്ലാതെ, അതെല്ലാവരുടെ അടുക്കൽ പോയി പറയരുത്. കർത്താവെ അവരെ ആസ്വദിക്കണം, ജപിക്കണം, ദൈവമേ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക, അവരെ പരിശുദ്ധപ്പെടുത്തണം, ജപിക്കണം, അവരെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും, അവർക്ക് എന്നെ പരിശുദ്ധപ്പെടുത്തണം ചൊല്ലണം, അവർക്ക് വേണ്ടി എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പറയുകയും. കർത്താവ് യേശു എന്ന് ചെന്നാൽ, കർത്താവായ യേശു എന്ന് പറയുന്നു യോവാൻ 17:19, യോഹന്നാൻ സുവിശേഷം 17:19 കർത്താവായ യേശു എന്ന് പറയുന്നു, പിതാവേ പിതാവേ അവർക്കായി എന്നെ പരിശുദ്ധപ്പെടുത്തേ, ഇവർ വിശുദ്ധരായി തീരേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും. കൂട്ട സഹോദരൻ ശരിയില്ലെങ്കിൽ, നമ്മുടെ കൂട്ടു സഹോദരൻ ശരിയല്ലെങ്കിൽ ഞാൻ എന്നെ പരിശുദ്ധപ്പെടുത്തേണം, ഞാൻ എന്നെ വിശുദ്ധീകരിക്കണം. കൂട്ട സഹോദരി ശരിയില്ലാവട്ടെ, കൂട്ടു സഹോദരി ശരിയല്ലെങ്കിൽ ഞാൻ എന്നെ പരിശുദ്ധപ്പെടുത്തേണം, ഞാൻ എന്നെ വിശുദ്ധീകരിക്കണം. യേശു എന്നെ ചെയ്താർ, എന്നാൽ യേശു എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി അവരെ പരിശുദ്ധപ്പെടുത്തിനാർ, നമുക്ക് വേണ്ടി തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നാം പരിശുദ്ധത്തെ അടയുവേണ്ട, അങ്ങനെയാണ് നാം വിശുദ്ധിയെ പ്രാപിക്കേണ്ടത്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. 12 കല്ലും നാട്ടപ്പെട്ടിരിക്കുന്നത്, ഇപ്രകാരം 12 കല്ലുകൾ നാട്ടിയിരിക്കുന്നു. എന്റെ കല്ലിന്റെ സാക്ഷി എന്നാ? ആ കല്ലിന്റെ സാക്ഷ്യം എന്താണ്? ഞാൻ യോർദാനിൽ കിടന്ന കല്ല്, ഞാൻ യോർദാനിൽ കിടന്ന കല്ലാണ്. എന്നെ തൂക്കിയെടുത്താர்கள், എന്നെ തൂക്കിയെടുത്തു, എന്നെ നാട്ടി നിർത്തിനാர்கள், എന്നെ നാട്ടി നിർത്തി, എന്നെ ചാന്ത് പൂശുന്നത്, എന്നെ കുമ്മായം പൂശി, എന്റെ മേൽ എഴുത്തു വന്നത്, എന്റെ മേൽ ഇപ്പോൾ എഴുത്തു വന്നിരിക്കുന്നു. പഴയ നിറം എനിക്കില്ല, ഇപ്പോൾ എനിക്ക് പഴയ നിറമില്ല, പഴയ സ്വഭാവം എനിക്കില്ല, പഴയ സ്വഭാവം എനിക്കില്ല. എന്നെ കാണുന്നവർ എഴുത്തു വാസിക്கிறார்கள், എന്നെ കാണുന്നവർ എന്റെ മേൽ എഴുതിയിരിക്കുന്ന എഴുത്തു വായിക്കുന്നു. ഇതാണ് 2 കൊരിന്ത്യർ 3:3 അവസരം. ഇതാണ് 2 കൊരിന്ത്യർ 3-ാം അധ്യായം 3-ാം വാക്യം. എല്ലാ മനുഷ്യരും അറിഞ്ഞു വാസിക്കുന്ന ക്രിസ്തുവിൻ നിരുപം നീങ്ങളെ. സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ പത്രങ്ങൾ നിങ്ങൾ തന്നെ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അരുമയാണ് ദേവന്റെ പിള്ളേ, പ്രിയ ദൈവ പൈതലേ, നീ ഒരു പുതിയ തീരുമാനം ചെയ്യ്. നീ ഒരു പുതിയ തീരുമാനം ചെയ്തു. കർത്താവേ എന്നെ കാണുന്നവർ യേശുവെ കാണട്ടെ, കർത്താവേ എന്നെ കാണുന്നവർ യേശുവിനെ കാണട്ടെ, കർത്താവേ എന്നെ കേൾക്കുന്നവർ യേശുവെ കേൾക്കട്ടെ, കർത്താവേ എന്നെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കട്ടെ. അപ്പടിപ്പടി ഒരു പ്രമാണം നമുക്കിരുന്നാൽ, അങ്ങനെ ഒരു പ്രമാണം നമുക്കുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായി നമ്മെ ആസ്വദിപ്പാൻ. ദൈവം തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും. അരുമയാണ് ദൈവജനമേ, പ്രിയ ദൈവ പൈതലേ, നമ്മുടെ കർത്തൃ സമൂഹത്തിൽ നമ്മെ നാം ശോധിച്ച് പാർக்கலாம். നാം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ശോധന കഴിക്കണം. നാം മറ്റവർക്ക് വാസിക്കൂടെ നിരുപമായിരിக்கிறீர்கள், നാം മറ്റുള്ളവർ വായിക്കത്തക്കതായ പത്രമായി കാണപ്പെടുന്നു. സ്തോത്രം. കർത്താവിന് സ്തോത്രം. ന്യൂസ് പേപ്പർ വരുമ്പോൾ എല്ലാവരും ഉടനെ വാസിപ്പാൻ, എല്ലാവരും ഉടനെ തുറന്നു വായിക്കും. ഇതുപോലെ നാമും കൂടെ, ഇതുപോലെ തന്നെയാണ് നാമും. നാം എല്ലാവർക്കും വാസിക്കൂടെ പത്രം, നാം എല്ലാവരും വായിക്കുന്ന പത്രം, അതിനു വേണ്ടി നമ്മെ നാം കർത്തൃ കരങ്ങളിൽ കൊടുക്കണം. അതിനുവേണ്ടി നാം നമ്മെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം.
அதுதான் தேவன் நமக்கு செய்த விசேஷமான അനുഭവം. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശേഷിക്കപ്പെട്ട അനുഭവം. 2 കൊരിന്ത്യർ 3-3 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, എങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാവിയെ പറ്റിയപ്പോൾ, നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ ജീവന്റെ ആവിയും പ്രമാണം നമ്മുടെ ഉള്ളത്തിൽ വന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ ഉള്ളത്തിൽ വന്നു. അന്ത പ്രമാണം നമ്മുടെ മനസ്സിൽ വന്നത്, ആ പ്രമാണം നമ്മുടെ മനസ്സിൽ വന്നു. അരുമയായ ദേവന്റെ പിള്ളേ, പ്രിയ ദൈവ പൈതലേ, മനസ്സ് ദേവന്റെ പ്രമാണത്താൽ നിറമ്പിയിരിക്കട്ടെ. നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ പ്രമാണത്താൽ നിറഞ്ഞിരിക്കട്ടെ. നമ്മുടെ ഹൃദയം ദേവന്റെ പ്രമാണത്താൽ നിറമ്പിയിരിക്കട്ടെ. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ പ്രമാണത്താൽ നിറഞ്ഞിരിക്കട്ടെ. അന്ത കല്ലിന്മേൽ എഴുത്തെഴുതിയിരിക്കുന്ന പോലെ, ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നത് പോലെ നാം എല്ലാവർക്കും വാസിക്കക്കൂടി നിരൂപമായിരിക്കട്ടെ. എല്ലാവർക്കും വായിക്കത്തക്ക ഒരു നിരൂപമായി നാം ലേഖനമായി കാണപ്പെടട്ടെ. നമ്മുടെ ജീവിതം മറ്റവർക്ക് മാതൃകയായിരിക്കട്ടെ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കട്ടെ. നമ്മെ കാണുന്ന ജനങ്ങൾ ഒരു പരിശുദ്ധവാൻ പൗരാണെന്ന് കാണട്ടും, ഒരു വിശുദ്ധനിതാ പോകുന്നു എന്ന് കണ്ടു പറയുവാനിടയാകട്ടെ. എലീശാ ദീർഘദർശി പോകുമ്പോൾ, എലീശാ പ്രവാചകൻ പോകുമ്പോൾ ആ ശൂന്യക്കാരത്തി എന്താണ് പറഞ്ഞത്? നമ്മുടെ വഴിയായി അടിക്കടി കടന്നുപോകുന്ന മനുഷ്യന്റെ പരിശുദ്ധവാൻ ഞാൻ കാണുകേ. നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്നാണ് ഞാൻ കാണുന്നു. അപ്പോൾ അവിടെ പുരുഷൻ എന്നെ ചെയ്താർ, അപ്പോൾ അവളുടെ ഭർത്താവ് എന്ത് ചെയ്തു? മേൽവീട്ടിൽ അറയക്കെട്ടിന, തന്റെ മാളിക മുറിയോട് ചേർന്ന് ഒരു മുറി ഉണ്ടാക്കി. അറയക്കെട്ടിന് മാത്രമല്ല, ഒരു മുറി ഉണ്ടാക്കുക മാത്രമല്ല, ഒരു കട്ടിൽ വെച്ചത്, അതിൽ ഒരു കട്ടിൽ ഉണ്ടാക്കിയിട്ട്, ഒരു മേശ വെച്ചത്, ഒരു മേശയും അതിലിട്ടു, നാക്കാലി വെച്ചത്, ഒരു കസേരയും അതിൽ ഇരിപ്പിടവും അതിൽ വെച്ചു, കുത്തുവിളക്കും വെച്ചത്, അതിൽ ഒരു നിലവിളക്കും വെച്ചു. ഇപ്പൊ വീടിന്റെ വിശേഷമല്ല, ഇപ്പോൾ ആ മുറിയുടെ വിശേഷത എന്താണ്? കുത്തുവിളക്ക് സഭയെ കാട്ടുகிறது, ആ നിലവിളക്ക് സഭയെ കാണിക്കുന്നു. നാക്കാലി ഉറുതിയാണ് ജീവിതത്തെ കുറിക്കുന്നത്. ആ ഇരിപ്പിടം എന്ന് പറയുന്നത് സ്ഥിരമായ ജീവിതത്തെ കാണിക്കുന്നു. அந்த கட்டில் என்று சொன்னால், ആ കട്ടിൽ എന്ന് പറയുന്നത് അത് ഇളപ്പാറുകളെ കുറിക്കുന്നത്, അത് വിശ്രാമ ജീവിതത്തെ കാണിക്കുന്നു. മേശ എന്ന് சொன்னால், ആ മേശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊഴിയത്തെ കുറിക്കുന്നത്, അത് നമ്മുടെ ശുശ്രൂഷയെ കാണിക്കുന്നു. ഇവിടെ ഒരു മേശ ഇരിക്കുന്നത്, ഇവിടെ ഒരു മേശയുണ്ട്, മേശയെ കുറിക്കുന്നത്. ഈ മേശ എന്തിനെ കാണിക്കുന്നു? സഭയിൽ ഒരു ഊഴിയമുണ്ട്, സഭയിൽ ഒരു ശുശ്രൂഷയുണ്ട്. അത്രയ്ക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അന്ത മനുഷ്യൻ പോണ സമയത്ത് ആ മനുഷ്യൻ അവിടെ പോകുമ്പോൾ ആ സ്ത്രീ പുരുഷനോട് എന്നെ ചൊല്ലാം, ആ സ്ത്രീ തന്റെ ഭർത്താവിനോട് എന്ത് പറയുന്നു? അവിടെ വഴിയായി അടിക്കടി പോകുന്ന മനുഷ്യനെ ഒരു പരിശുദ്ധവനായിരിക്കും ഞാൻ കാണുകേ. നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. അന്ത പരിശുദ്ധവാനായ എലീശ, ആ വിശുദ്ധനായ എലീശ നടന്നു പോകുമ്പോൾ വാലുവ പയ്യന്മാരെല്ലാവരും പരിഹസിച്ചാർ. കുറെ ബാലന്മാർ ചേർന്ന് അവനെ പരിഹസിക്കുന്നു. മൊട്ടത്തലയാന്ന് சொன்னார், അവനെ മൊട്ടത്തലയാന്ന് വിളിച്ചു. കർത്തർക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മൊട്ടത്തലനായിരുന്നാർ, അവൻ മൊട്ടത്തലയനായിരുന്നു. കർത്തർക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മൊട്ടത്തലയാന്ന് சொன்னார், മൊട്ടത്തലയാന്ന് വിളിച്ചു. അല്ല എന്നെ സംഭവിച്ചത്, എന്നാൽ എന്ത് സംഭവിച്ചു? കരടി ഇറങ്ങി വന്ന് വാലുവിനെ കൊണ്ടുവിട്ടത്. കാട്ടിൽ നിന്ന് കരടി ഇറങ്ങി വന്ന് ഈ ബാലന്മാരെ കീറിക്കളഞ്ഞു. നമുക്ക് വിരോധമായ എല്ലാ പോരാട്ടങ്ങളെ കർത്തർ മാറ്റി തരുവാൻ, നമുക്ക് വിരോധമായുള്ള എല്ലാ പോരാട്ടങ്ങളെയും നമ്മുടെ ദൈവം നമുക്ക് നീക്കിത്തരും. നമുക്ക് എലീശയെ പോലെ നടക്കണം, നമുക്ക് എലീശയെ പോലെ അവനെ ശാസിക്കുവാൻ കഴിയും. എലീശയ്ക്കുള്ള വിശേഷമല്ല, എലീശയുടെ വിശേഷത എന്താണ്? എലിയാവിന്മേലിരുന്ന വല്ലവരുടെ ഇരട്ടി പങ്ക് അവന് കൊടുത്തത്. ഏലിയാവിന്റെ മേലുണ്ടായിരുന്ന ശക്തിയുടെ ഇരട്ടി പങ്ക് അവന്റെ മേലുണ്ടായിരുന്നു. യേശു சொன்னார், നമ്മുടെ യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുവീர்கள், ഞാൻ ചെയ്യുന്നതിലും അധികം നിങ്ങൾ ചെയ്യും. അതുക്കാകത്താൻ ദൈവം നമ്മെ വെച്ചിരിக்கிறார். ആ സ്ഥാനത്താണ് ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. ദൈവജനമേ, പ്രിയ ദൈവജനമേ, 1997 വർഷത്തിൽ നമുക്കൊരു വേലയുണ്ട്. 1997 വർഷത്തിൽ നമുക്കൊരു വേലയുണ്ട്. വേലയെ ഒരുമനപ്പെട്ട് ചെയ്യുവോമാകെ, ആ വേലയെ ഏക മനസ്സോടെ ചെയ്യുവീൻ. മറ്റവർക്ക് മുൻമാതൃകയായി ചെയ്യുവോമാകെ, മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു പ്രവർത്തിപ്പീൻ. നമ്മുടെ നടപ്പ് മറ്റവർക്ക് മാതൃകയായിരിക്കട്ടെ, നമ്മുടെ നടപ്പ് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കട്ടെ, പേച്ചുകൾ മറ്റവർക്ക് മാതൃകയായിരിക്കട്ടെ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കട്ടെ, കൊടുക്കൽ വാങ്ങൽ മാതൃകയായിരിക്കട്ടെ, കൊടുക്കൽ വാങ്ങലുകൾ മാതൃകയായിരിക്കട്ടെ. മാംസപ്രകാരം ഒന്നും ചെയ്യക്കൂടാതെ, ജഡപ്രകാരം നിങ്ങൾ ഒന്നും ചെയ്യരുത്. ആവിനാൽ നിറമ്പി ജീവിപ്പോ, ആത്മാവിനാൽ നിറഞ്ഞു ജീവിക്കണം. ആവിക്കുള്ള ഭക്തിവൃത്തി അടയുവോ, ആത്മീകമായ അഭിവൃദ്ധി പ്രാപിക്കണം. ഇരട്ടിപ്പാനും വല്ലമേ പറ്റുകൊള്ളൂ, ഇരട്ടിപ്പായി ശക്തിയെ പ്രാപിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ഏലിയ എടുത്തുകൊള്ളപ്പെടുമ്പോൾ, ഏലിയാവ് എടുത്തുകൊള്ളപ്പെടുമ്പോൾ എലീശായ്ക്ക് എന്താ സംഭവിച്ചത്? എലീശായ്ക്ക് എന്ത് സംഭവിച്ചു? ഏലിയാവിന്മേലിരുന്ന അന്ത പോറ് അവന്റെ മേൽ വന്നു വീഴുന്നത്. ഏലിയാവിന്റെ മേലുണ്ടായിരുന്ന ആ പുതപ്പ് എലീശയുടെ മേൽ വന്നു വീഴുന്നു. എലീശ എന്നെ ചെയ്താർ, എലീശ എന്ത് ചെയ്യുന്നു? യോർദാന്റെ സമീപത്ത് വന്ന്, യോർദാന്റെ സമീപം വന്ന് ആ പുറപ്പെടുത്തി യോർദാനെ അടിക്കുന്നു. തലയിൽ വറ്റിപ്പോയിട്ട് യോർദാന്റെ വെള്ളം വറ്റിപ്പോകുവാനിടയായി. അപ്പൊ
എലീശ മറുകരയിൽ വന്നത് എലീശ അക്കരെ പ്രവേശിച്ചു. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കും. എല്ലാവരും ചിന്തിച്ച് പറയുക, എല്ലാവരും ചിന്തിച്ചു നോക്കുകയും നമുക്കായി വലിയ കാര്യത്തെ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. അരുമയാണ് ദൈവജനമേ, പ്രിയ ദൈവജനമേ, നാം ഒരു കടേശി വേളയിൽ വന്നിരിക്കണോ, നാം ഒരു അന്ത്യനാളുകളിൽ വന്നിരിക്കുന്നു. 1997 വന്നിരിക്കണോ, 1997 വന്നിരിക്കുന്നു. 3 വർഷം കൂടി ആയാൽ 2000 വർഷം, 3 വർഷം കൂടെ കഴിയുമ്പോൾ 2000 വർഷം. കർത്തർക്ക് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അന്ത 2000 വർഷം മുടിഞ്ഞാൽ ആ 2000 വർഷം കഴിഞ്ഞാൽ നിശ്ചയമായും അതാണ് 7-ാം നാൾ, അതാണ് തീർച്ചയായും 7-ാം ദിവസം എന്ന് പറയും. 1000 വർഷ സാക്ഷി, 1000 ആണ്ട് വാഴ്ച, 1000 വർഷ സാക്ഷി നാം പ്രവേശിക്കുമ്പോൾ, 1000 ആണ്ട് വാഴ്ചയിൽ നാം പ്രവേശിക്കുമ്പോൾ ആദാമിന് ഏകനിൽ കൊടുത്ത അനുഭവത്തെ നമുക്ക് തരപ്പോരാ. ആദാമിന് ഏകനിൽ നൽകിയ അനുഭവം നമുക്ക് തരാൻ പോവുകയാണ്. 1000 വർഷം മുടിയുമ്പോൾ 1000 ആണ്ട് കഴിയുമ്പോൾ പിതാവായ ദൈവന്റെ നിത്യത്തിൽ പ്രവേശിക്കണം. പിതാവായ ദൈവത്തിന്റെ നിത്യതയിൽ പ്രവേശിപ്പാൻ എന്നെ சொன்னார், യേശു എന്ന് പറഞ്ഞു, എൻ പിതാവിൻ വീട്ടിൽ അനേക വാസസ്ഥലമുണ്ട്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. அப்படி இல்லாவிட்டால் நான் உங்களுக்கு சொல்லி இருந்திருப்பேன். ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. நான் என்ன செய்வேன், ഞാൻ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? ഒരിടത്തെ ആയുധപ്പെടുത്ത പോരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അനേക ഇടങ്ങൾ നിങ്ങൾക്ക് തരപ്പോറില്ല, അവിടെ അനേക സ്ഥലങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് തരുവാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഒരിടത്തെ ആയുധപ്പെടുത്ത പോരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അതുതാൻ പുതിയ അതാണ് പുതിയ യെരൂശലേം. ചതുരമായ പട്ടണം, അതാണ് സമചതുരമായ പട്ടണം. അതുതാൻ മണവാട്ടി, അതാണ് മണവാട്ടി. അതുതാൻ സഭ, അതാണ് സഭ. அந்த സഭയ്ക്കുள்ளே നാം കാണപ്പെടണം. ആ സഭയ്ക്കുള്ളിൽ നാം കാണപ്പെടണം. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധവാന്മാർക്ക് അനേക സ്ഥലങ്ങളുണ്ട്, വിശുദ്ധന്മാർക്ക് അനേക സ്ഥലങ്ങളുണ്ട്. പഴയ ഏർപ്പാട് കാലത്തെ പരിശുദ്ധവാന്മാർക്ക്, പഴയ നിയമകാലത്ത് വിശുദ്ധന്മാർക്ക് പുതിയ വാഹനം കൊടുക്കപ്പെടുന്നു, പുതിയ സ്വർഗം അവർക്ക് നൽകപ്പെടുന്നു. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല രക്തസാക്ഷികൾക്ക് വന്ന സ്ഥലമുണ്ട്, അത് മാത്രമല്ല രക്തസാക്ഷികൾക്കുള്ള സ്ഥലമുണ്ട്. മാത്രമല്ല പുതിയ ഭൂമിയുണ്ട്, പുതിയ ഭൂമിയുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം അന്ത ഭൂമി കൊടുപ്പാർ, രക്ഷിക്കപ്പെട്ടവർക്ക് ആ സ്ഥലം നൽകപ്പെടും. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മണവാട്ടി സഭയ്ക്കോ, മണവാളനോട് പങ്കിരിക്കണമേ, മണവാളനോടുകൂടെ പങ്കും സ്ഥാനവും. അരുമയാണ് ദൈവജനമേ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇപ്പിടിപ്പെട്ട സത്യങ്ങളെ വിളങ്ങിക്കൊള്ളണം, ഇങ്ങനെയുള്ള സത്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. സുവിശേഷം 25 വാസിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 25 വായിക്കുമ്പോൾ, അതിന്റെ 1-ാം വചനം വാസിക്കുമ്പോൾ, 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഗൗരവമായി വാസിച്ചുകൊള്ളെങ്കിൽ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചുകൊള്ളുക. 24-ാം അധ്യായത്തിൽ, അതിന്റെ 24-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ, 27-ാം വാക്യത്തിൽ, മിന്നൽ പോലെ കർത്താവ് വന്ന് സഭയെ എടുത്തുകൊള്ളപ്പെടും. മിന്നൽ പോലെ കർത്താവ് വന്ന് സഭയെ ചേർത്തുകൊള്ളും. 25-ാം അധ്യായം 1-ാം വചനത്തിൽ, 25-ാം അധ്യായം 1-ാം വാക്യത്തിൽ, നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പറഞ്ഞ കൊഞ്ച വ്യത്യാസമുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് അല്പ വ്യത്യാസമുണ്ട്. പരലോകരാജ്യം, ദൈവരാജ്യം മണവാളനെയും മണവാട്ടി എതിരുകൊണ്ട് പോകുന്നതിനായി പുറപ്പെട്ട 10 കന്യകൾക്ക് ഒപ്പായിരിക്കും. മണവാളനെയും മണവാട്ടി എതിരേൽക്കുവാൻ വിളക്കുമായി പുറപ്പെട്ട 10 കന്യകമാർക്ക് സമം. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 10 കന്യകമാർ മണവാട്ടിയെന്ന് ചിലർ പറയും ആ 10 കന്യകമാർ മണവാട്ടിയാണെന്ന്. അപ്പടിയല്ലേ, അങ്ങനെയല്ല. അന്ത 10 കന്യകമാർ മണവാട്ടിയല്ല. ആ 10 കന്യകമാർ മണവാട്ടിയല്ല. 25-ന്റെ 6-ൽ വാസിക്കുമ്പോൾ, 25-ന്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ എന്റെ വാസിക്കണം, അവിടെ എന്ത് വായിക്കുന്നു? നടുരാത്രിക്കോ മണവാളൻ വരുന്നത്, അർദ്ധരാത്രിയിലോ മണവാളൻ വരുന്നു. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അന്താ നടുരാത്രി എന്ന് சொன்னால் ആ അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ഉപദ്രവകാലത്തിന്റെ മധ്യത്തെ കുറിക്കുന്നത്. അത് ഉപദ്രവകാലത്തിന്റെ മധ്യഭാഗത്തെ കാണിക്കുന്നു. ഉപദ്രവകാലത്തിന്റെ മധ്യത്തിൽ, ഉപദ്രവകാലത്തിന് മധ്യത്തിൽ അന്ത 10 കന്യകമാർ ഒരു കൂട്ടത്തെ ജനങ്ങൾ രക്തസാക്ഷിയായി ചേർക്കപ്പെടുവാർ. ആ 10 കന്യകമാരിൽ ഒരു കൂട്ടർ രക്തസാക്ഷികളായി മരിച്ച് കർത്താവിന്റെ അടുക്കൽ ചേർക്കപ്പെടും. മണവാളനെയും മണവാട്ടിയെ എതിർകൊണ്ട് പോകാറുണ്ട്. അവർ മണവാളനെയും മണവാട്ടിയെ എതിരേൽക്കുവാനായി പോകും. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മേന്മயான ഉപദേശങ്ങൾ വേദത്തിലുണ്ട്. അപ്രകാരമുള്ള ശ്രേഷ്ഠമേറിയ ഉപദേശങ്ങൾ ദൈവവചനത്തിലുണ്ട്. അതിനാൽ നാം ഒരു കാര്യം ചെയ്യണം. ആകയാൽ നാം ഒരു കാര്യം ചെയ്യണം. അന്ത 10 കന്യകമാർ മണവാട്ടിയാണെന്ന് ചൊല്ലി കാത്തിരിക്കൂടാതെ. ആ 10 കന്യകമാർ മണവാട്ടിയാണെന്ന് വിചാരിച്ച് അതിനുവേണ്ടി കാത്തിരിക്കരുത്. അന്ത 10 പേരും മണവാട്ടിയല്ല. ആ 10 പേരും മണവാട്ടിയല്ല. 24-ന്റെ 27 വാസിക്കാൻ മണവാട്ടി. 24-ന്റെ 27 വായിക്കുമ്പോഴാണ് മണവാട്ടിയെ കാണുന്നത്. അതെന്താ? അവിടെ എന്താണ്? എന്തുകൊണ്ട് കഴിക്കൽ കൂടും, ശവമുള്ളയിടത്ത് കഴുക്കൽ കൂടും. അന്നപ്പോഴും യേശുവെ കുറിക്കുന്നത്. ആ ശവം എന്ന് പറയുന്ന യേശുവിനെ കാണിക്കുന്നു. കഴിക്കൽ നമ്മെ കുറിക്കുന്നത്. കഴുക്കൽ എന്ന് പറയുന്നത് നമ്മെ കാണിക്കുന്നു. കർത്തർക്ക് കാത്തിരിക്കുന്നവർ, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ അവർ പുതുശക്തിയെ പ്രാപിക്കും, ശക്തിയെ പുതുക്കും. എഴുപ്പുവാர்கள் അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ഓടിയാലും നടന്നാലും ഇളപ്പും ചോറവും വരാതെ അവർ ഓടിയാലും നടന്നാലും അവർ ക്ഷീണിച്ചു പോകുകയില്ല. പരിശുദ്ധാവിനെ ജനമേ, നിങ്ങൾ വിശേഷിച്ച ജനം, പ്രാപിച്ച ജനങ്ങളെ നിങ്ങൾ വിശേഷിക്കപ്പെട്ട
ബലപ്പെട്ടവർ, நீங்கள் பலத்த ஜனம். നിങ്ങൾ ശക്തരായ ജനമാണ്. தேவனுடைய ராஜ்யம் பேச்சில பலத்திலே இருக்கிறது. ദൈവത്തിന്റെ രാജ്യം വാക്കുകളിലല്ല, വചനത്താലല്ല, അത് ശക്തിയാൽ എത്രയാണ്. தேவபலத்தால் நிரப்பப்படுங்க. എല്ലാവരും ദൈവശക്തിയാൽ നിറയപ്പെടുവീർ, ஆவியால் நிரப்பப்படுங்க. ആത്മാവിനാൽ നിറയപ്പെടുവീർ, ஆவியில் உண்மையில் ஆராதித்துக் கொள்ளுங்கள். ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു കൊള്ളുവീർ. இணையாத்த வேளையில் மனுஷகுமாரன் வருவார். ഇരയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. நீங்கள் ஆயத்தமாய் இருங்கள். നിങ്ങളുടെ ഒരുക്കമായിരിക്കും. கர்த்தர் நம்மை ஆசீர்வதிப்பார். ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദേശത്ത് എല്ലാവരും എളുപ്പി പോകാமல் ഉட்கார்ந்து നിങ്ങൾ ഇടയിൽ എളുപ്പി പോകുമ്പോൾ ദൈവസമൂഹം നഷ്ടമായി പോയിവിടും. നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുകയാണ്. നിങ്ങളെ നിனைத்துதான் நாங்கள் எல்லாம் சீக்கிரத்தில் முடிக்கிறோம். നിങ്ങളെ ഉദ്ദേശിച്ചാണ് എല്ലാം പെട്ടെന്ന് തീർക്കുന്നത്. അതിനാൽ ദേശത്തിൽ നിങ്ങൾ എല്ലാവരും ഉட்காருங்க. അതുകൊണ്ട് ദൈവജീവൻ നിങ്ങളെല്ലാം അവിടെ തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് വീടുകളുണ്ടെന്ന് നിങ്ങൾക്കും തെരിയും. നിങ്ങൾക്ക് വീടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് പിള്ളേരുണ്ടെന്ന് നിങ്ങൾക്ക് തെരിയും. നിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആസ്തികളുണ്ടെന്ന് നിങ്ങൾക്ക് തെരിയും. നിങ്ങൾക്ക് വസ്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഉങ്ങളെ കർത്തർ പാതുകാപ്പാർ. നിങ്ങളുടെ ദൈവം സൂക്ഷിക്കുന്നു. ഉങ്ങളുടെ ആസ്തികളെയും കർത്തർ പാതുകാപ്പാർ. നിങ്ങളുടെ വസ്തുവകയും ദൈവം സൂക്ഷിക്കുന്നു. എല്ലാ കർത്തരങ്ങളിലും ഒപ്പുകൊടുങ്ങ. എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിപ്പീൻ. ദൈവചിത്തത്തായി ഒപ്പുകൊടുങ്ങ. ദൈവേഷ്ടത്തിനായി സമർപ്പിപ്പീൻ. ദൈവ ഭയത്തോടെ ജീവിക്കുക. ദൈവഭയത്തോടെ ജീവിപ്പീൻ. മാത്രമല്ല അത് മാത്രമല്ല എല്ലാവർക്കും ഇവിടെ ഭോജനം വെച്ചിരിക്കുക. എല്ലാവർക്കും വേണ്ടി ഭക്ഷണം കരുതിയിട്ടുണ്ട്. ഒരുവരാരും ഭോജനം കഴിക്കാൻ പോകக்கூடாது. ആരും ഭക്ഷണം കഴിക്കാതെ പോകരുത്. രാത്രി നിദ്രയില്ലാതെ ചമച്ചു വെച്ചിരിക്കെ. രാത്രി ഉറങ്ങാതെ അവർ പാചകം ചെയ്തിരിക്കുന്നു. അതെല്ലാം ഇട്ടിട്ട് നിങ്ങൾ പോകപ്പെടുക. അതിട്ടേക്ക് നിങ്ങൾ പോവുകയാണോ? എതുക്കായി പോകണം? എന്തിനായി പോകണം? നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ആഹാരത്തെ നിങ്ങളെ പുഷിയുക. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആഹാരം നിങ്ങൾ ഭക്ഷിച്ചു വേണം പോകാൻ. ஆனால் ஆவிக்குரிய போஜனம் தான் இப்பொழுது நாம் அனுபவிக்கிறோம். ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ഭക്ഷണമാണ്. നമ്മുടെ ആവിക്കുரிய ഭോജനം ഇല്ലാവിട്ടാൽ, നമ്മുടെ ആത്മീയ ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മുടെ എഴുത്തുക്കുரிய ഭോജനം കൊണ്ട് എന്നാ വിശേഷം? അക്ഷരീയ ഭക്ഷണം കൊണ്ട് എന്ത് പ്രയോജനം? അരുമയാണ് ദൈവജനമേ, പ്രിയ ദൈവജനമേ, എല്ലാവരും ദേവസമൂഹങ്ങളെ താഴ്ത്തിക്കൊടുക. എല്ലാവരും ദൈവസനെ നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ. നമ്മുടെ ആവിക്കുரிய ഭോജനത്തെ ബലപ്പെടുത്തിക്കൊള്ളുവാൻ ആത്മീയ ഭക്ഷണത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. കേട്ട വചനത്തെ ഹൃദയത്തിൽ ഉறுதிப்படுത്തിക്കൊള്ളുക. ഏറ്റ ഭക്ഷണത്തെ നമ്മുടെ ഉള്ളിൽ കരുതിക്കൊള്ളുക. ദൈവ അൻപിനാൽ നിറമ്പെങ്ക, ദൈവശക്തിയാൽ നിറയപ്പെടുവീൻ. കർത്തർ വരികന്റെ ആയത്തമായിരുങ്ക, കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങി കാത്തിരിപ്പീൻ. அந்த சதுர பட்டணமாய் மாற்றப்படுங்க. കാശ്യപമായി മാറുവീൻ. அந்த சதுர பட்டணம் സമചതുര പട്ടണമായിട്ട് മാറുവീൻ. அதுதான் மணவாட்டி. അതാണ് മണവാട്ടി. നീളവും അകലവും എല്ലാം ഒരുപോലെ സമം. നീളവും വീതി ഉയരം ഒരുപോലെ സമം. அதுதான் மணவாட்டி சபை. അതാണ് മണവാട്ടി സഭ. വ്യത്യാസമില്ലാത്ത സഭ, ഒരു വ്യത്യാസമില്ലാത്ത സഭ, മഹിമയേറിയ സഭ, തേജസ്സേറിയ സഭ, രത്നം പോലെ പ്രകാശിക്കുന്ന സഭ. പ്രകാശിക്കുന്ന സഭ. அதுக்காக தேவனை நம்மை வைத்திருக்கிறார். അതിനായിട്ടാണ് ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. நீங்களும் பிரகாசித்துள்ளங்க. നിങ്ങൾ പ്രകാശിപ്പി. നാം ജപിப்போம், പ്രാർത്ഥിക്കാം. ഞങ്ങളെ അവിടുത്തെ വാഴ്ത്തുന്നു, ഇവിടുത്തെ പെരുവാഴ്ത്തുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നദിയാടുന്ന് കടന്നു വന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്കൊരു കണ്ണൻസിനെ തന്നതിനാൽ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നീ നടത്തിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഇപ്പോൾ കാലോട് ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നടത്തിയതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കൊണ്ടതെല്ലാ മക്കൾക്കായി സ്തോത്രം. നിന്റെ മക്കളെല്ലാം നീ അനുഗ്രഹിക്കണമേ. ആരും കടന്നു വന്നുപോലെ പോകാൻ നീ സമ്മതിക്കല്ലേ. നിന്റെ ആത്മാവിന്റെ എട്ടി ശക്തിയോട് കടന്നു പോകേണ്ടതിന്, നിന്റെ ആത്മാവിന്റെ പുതുക്കത്തോട് കടന്നു പോകേണ്ടതിന് കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കാനും നന്ദിയോട് അപേക്ഷിക്കുന്നു.
നീ കേൾക്കുന്ന ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ആലോചനകൾക്കായി നിന്റെ മക്കൾ തങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുന്നവരായി തങ്ങളെ തന്നെ അതിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ നീ സഹായിക്കണമേ. കർത്താവേ, നിന്റെ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ക്രിസ്തുവിൻ പത്രങ്ങളായി ശോഭിക്കേണ്ടതിന്, നിന്റെ ദിവ്യ സ്വഭാവത്താൽ അലങ്കരിക്കപ്പെട്ടവരായി തീരേണ്ടതിന് നീ എല്ലാവർക്കും നിന്റെ കൃപ കൊടുക്കണമേ. നിന്റെ സ്നേഹത്തിൽ കാണപ്പെടട്ടെ, നിന്റെ വിശുദ്ധിയിൽ കാണപ്പെടട്ടെ, നിന്റെ വിശ്വാസത്തിൽ കാണപ്പെടട്ടെ. കർത്താവേ, വിശ്വാസത്തിൽ സമ്പന്നരായി വിശ്വാസത്തിൽ നിലനിർത്തണമേ. വിശ്വാസത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാനും വിശ്വാസത്തിന് വേണ്ടി എല്ലാം സഹിച്ച് വിശ്വാസത്തിൽ സമ്പന്നനായ യേശുവിനോടുകൂടെ കാണപ്പെടുവാൻ തക്കൊന്നും എല്ലാ പ്രിയപ്പെട്ടവരെ ഇനി ഒരുക്കണമേ. നിന്റെ സ്നേഹത്തിൽ നിന്റെ ജനം ഒന്നായിരിക്കട്ടെ. മുഴുവൻ ഹൃദയത്തോട് നിന്നെ സ്നേഹിക്കുന്നവരായി തീരട്ടെ. കർത്താവേ, നിന്റെ പ്രമാണങ്ങൾ വിട്ട് ഇടത്തോട്ടോ പോകാത്തവരായി നീ നൽകിയിരിക്കുന്ന പ്രമാണത്തിൽ നിന്റെ ആലോചനയ്ക്കൊപ്പം സ്ഥിരതയോടെ നിലനിൽക്കുവാൻ നിന്റെ മക്കളെല്ലാം നീ സഹായിക്കണമേ. കർത്താവേ, മോശയോടുകൂടിയിരുന്ന ദൈവം, യേശുവായോടുകൂടിയിരുന്ന ദൈവം, അപ്പോസ്തലന്മാരോടുകൂടിയിരുന്ന ദൈവം ഇന്ന് എന്റെ ദാസന്മാരോടും കൂടിയിരുന്ന് പ്രവർത്തിക്കുന്നതിനാണ് സ്തോത്രം. ഇനി അധികമായി നിന്റെ ശക്തിയാൽ പ്രവർത്തിപ്പാൻ സഹായിക്കണമേ. ദൈവമേ, നിന്റെ മക്കളെല്ലാം കരത്തിലേൽപ്പിക്കുന്നു. ഓരോരുത്തരെയും നിന്റെ വരവിൽ കുറ്റമില്ലാത്തവരായി കാണപ്പെടണമെന്ന് അടിയങ്ങൾ ആഗ്രഹിച്ച് നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നിന്റെ അനുഗ്രഹത്തോടയക്കും, നിന്റെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ. O God, Heavenly Father, we praise thee and thank thee for the blessed time that was given to us. Right from the beginning to end of this convention, thy Spirit was moving and undertaken everything for thy glory. That we praise and thank thee. We praise thee for all the dear ones that brought over here this morning to worship thee in spirit and truth. Lord Jesus, thou hast undertaken our service and renewed us by thy Spirit. That we praise thee and thank thee. Thou hast spoken to us and edify us. And we praise thee and thank thee for the spoken verses. Yes, Lord, we were thy epistles written in our heart. Help us, Lord, to reveal thy nature and thy mind to others, that we may be a blessing to others, that others also come to thee and get these blessings and get ready for thy soon coming. We commit each dear ones the mighty hand. While they go back, be with them and help them to live according to thy word, and that take the rest of the meeting or the new servants we are going to take, and take that meeting and bless them also. Everything for thy glory. In the name of Jesus we pray.